ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വപ്നം കാണുന്നത് തെറ്റല്ലടാ, എന്നാൽ അതിനൊരു അന്തസ് വേണം. അന്തസ്സോട് കൂടി വേണം സ്വപ്നം കാണാൻ, അല്ലേ? ആത്മാവായി പറക്കോളാ. നിങ്ങൾ എത്ര മദ്യപിച്ച് ബോധമില്ലാതായാലും മോഷണത്തിന് നല്ല ബോധമുണ്ട്. ഇനിയൊരു 10 മൈലും കൂടി പോയാ കൃഷ്ണപട്ടണം നമ്മൾ കടക്കും. ഇനി ഒരു 50 മൈൽ കൂടി നമ്മൾ പോയാലോ ഈ ദേശം തന്നെ കടക്കും. ഇനി നമ്മളെ തടയാൻ ആരും തന്നെ വരില്ല. ആരും എത്തില്ല. എത്തിയിരിക്കും. അവൻ ആരാന്ന് പറ. കൃഷ്ണക്കോട്ടയുടെ അനന്തരാവകാശി വരും. അത്രയ്ക്കും ധൈര്യമുള്ളവനാ. ബ്രിട്ടീഷുകാരുടെ തോക്കിനെ മുട്ടുകുത്തിച്ച രക്തമാണ് അവന്റെ ശരീരത്തിൽ ഒഴുകുന്നത്. അവന്റെ മുത്തശ്ശൻ. നീ മോശക്കാരനാണെങ്കിൽ നിന്നേക്കാൾ മോശമായ അവന്റെ അമ്മാവൻ നിന്നെ പോലെയുള്ള കൊള്ളക്കാരെ അടിച്ചമർത്തുന്ന ആളാണ്. അപ്പോ ഇവനാരാ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇങ്ങോട്ട് വരുന്നുണ്ട്. കൊന്നു കളഞ്ഞേക്കടാ അവനെ. നിന്റെ നായകന്റെ കഥ ഇതോടെ കഴിഞ്ഞു. കഥ പൂർത്തിയാകാൻ ഇതൊന്നും ക്ലൈമാക്സ് അല്ല, ഇൻട്രൊഡക്ഷൻ. Your countdown starts now. 10
പ്രാർത്ഥനയും ആരാധനയുമായിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. ജനങ്ങളെ ദ്രോഹിക്കുന്നവന്റെ കണ്ണിൽ മണ്ണിടണം, പാവങ്ങളുടെ മനസ്സിലെ തീ അണയണം. എന്റെ കഴിവും പ്രയത്നവുമെല്ലാം ഇനി അതിനു വേണ്ടിയായിരിക്കും. നീയും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ അതിയായി സന്തോഷിക്കും. പാവപ്പെട്ടവർക്കൊരു നിയമം, പണക്കാർക്കൊരു നിയമം, അതിനെ ഞാൻ എതിർത്തിരിക്കും. അമ്മേ 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 ഞാനൊരു അടിപൊളി സ്വപ്നം കണ്ടു അമ്മേ. ഇതുകൂടി തേച്ചോ, കുറച്ചുകൂടി വിളക്കട്ടെ. അമ്മയുടെ ഒടുക്കത്തൊരു തക്കാളി രാവിലെ നല്ലൊരു സ്വപ്നം കണ്ടെന്ന് വന്ന് പറഞ്ഞപ്പോ പറയാൻ വന്ന മൂടെല്ലാം നശിപ്പിച്ച് കൊളാക്കി കളഞ്ഞില്ലേ. സോറിയുടെ മോനെ, സ്വപ്നാണെന്ന് ആദ്യം എന്നോട് പറഞ്ഞൂടെ? അതെ, കണ്ട സ്വപ്നം പറയടാ. ലവ് ആണോ, ആക്ഷൻ ആണോ, ഇമോഷൻ ആണോ? ഇൻട്രൊഡക്ഷൻ. പൊളിച്ചട മോനെ, എല്ലാം നടക്കും. ഹീറോ ആവുമ്പോ അത്രയ്ക്ക് ബിൽഡപ്പ് വേണം. എന്നാലും ഇതുവരെ കുതിരപ്പുറത്ത് കയറിയിരുന്ന ഹീറോകളൊക്കെ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, പവർ സ്റ്റാർ ആയി കഴിഞ്ഞു. എന്റെ മോൻ വലിയ സ്റ്റാർ ആകും കേട്ടോ. ഇവൻ സ്റ്റാർ ആവാനാ? ഇവൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും ആവില്ല. സ്വപ്നം കാണുന്നത് തെറ്റല്ലടാ. അന്തസ് അറിയാതെ ആഗ്രഹിച്ചാലുണ്ടല്ലോ വേഗണയും. സെയിം ഡയലോഗ് അമ്മേ. സ്വപ്നത്തിൽ തോക്ക്, ഇവിടെ മണിയടി. സ്വപ്നത്തിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടാൽ വയറ് നിറയില്ലടാ. ശരിക്കുണ്ടാക്കണോടാ. യഥാർത്ഥ ജീവിതത്തില് നിങ്ങൾ എന്താ വലിയ പ്രൈം മിനിസ്റ്റർ ആയോ? പശു ഡോക്ടർ അല്ലേ? എന്റെ ഈ ജോലി കൊണ്ടാടാ നീയൊക്കെ ചോറ് തിന്നുന്നത്. നിങ്ങൾ എന്തായാലും മകന്റെ അടുത്ത് ഫോളോ യുവർ ഫാഷൻസ്, ചേസ് യുവർ ഡ്രീംസ് എന്നൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അമേരിക്കയിൽ കോഴ്സ് ചെയ്തിട്ട് അമേരിക്കയിൽ എന്നെ ജോലി ചെയ്യണമെന്നൊന്നുമില്ല. നാളെ മുതൽ നീ ഒരു കോഴ്സിന് പോകണ്ട. എന്റെ ക്ലിനിക്കിൽ വന്നിട്ട് പശുക്കൾക്ക് തെർമോമീറ്റർ വെക്ക്. ആ പറഞ്ഞ തെർമോമീറ്റർ ആണെങ്കിലേ നിങ്ങൾ തന്നെ അങ്ങ് വെച്ചോളൂ. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛൻ. ഇവരെക്കുറിച്ച് പറയാൻ വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ എനിക്ക് സുബ്ബുവിനെ കുറിച്ച് പറയാനുണ്ട്. മോളെ സുബ്ബു, സുഭദ്രേ, സുഭദ്ര മോളെ എഴുന്നേക്ക്. എന്താ മോളെ, ഇതുവരെ എഴുന്നേറ്റില്ലേ? അമ്മ ഞാൻ എഴുന്നേറ്റു. വേഗം എഴുന്നേറ്റ് റെഡിയാകും. നിന്നെ പെണ്ണാണ് ചെറുക്കനും കൂട്ടിനും വരുന്നുണ്ട്. അമ്മ ഇങ്ങനെ മാറി മാറി ചെറുക്കന്മാരെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമാവുന്നില്ല ഒട്ടും. നീ പറഞ്ഞ കാര്യം ഞാൻ അച്ഛനോട് പറയട്ടെ. ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഹൈദരാബാദ് വിട്ടിട്ട് വരാൻ പറയുന്നത്. എന്റെ ഫോണാ മോളെ. നീ മുംബൈയിലേക്ക് വാ. ഓക്കെ, റെഡി ആവുക. നന്നായിട്ട് എറിയണം. ഇന്ന് സുഭദ്രയെ പെണ്ണ് കാണാൻ വരുന്നെന്ന്. അല്ല, സുഭദ്ര ഇന്ന് പെണ്ണ് കാണാൻ പറഞ്ഞു. അവരൊക്കെ ഉടനെ വരും. സുഭദ്രയെ പെണ്ണ് കാണാൻ വരുന്നെന്ന്. ഓ, പറയുന്നത് നേരാണോ? ആ ചെറുക്കൻ അമേരിക്കയിലാ. അവന് ശമ്പളം മാസം 4 ലക്ഷം രൂപ കേട്ടെ. വേഗം റെഡിയാവും മോളെ, സമയാവുന്നു. മുത്തശ്ശി, വീട്ടില് സ്വീറ്റ്സ് ഉണ്ടല്ലോ അല്ലേ? സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. ഹായ്. ഹായ്. പേ ചെയ്തിട്ടില്ല? പെണ്ണ് കാണാൻ വെറുങ്കയോടെ വരണ്ടെന്ന് കരുതി സ്വീറ്റ്സുമായിട്ട് വന്ന. ഓ ഐ എം സോ സോറി. ആക്ച്വലി ടീഷർട്ട് കണ്ടപ്പോൾ സ്വിഗ്ഗി ആണെന്ന് ഓർത്തുപോയി. ഈ കണ്ണാടി കണ്ടിട്ട് ചെറുക്കനാന്ന് തോന്നിയില്ല. മാഡം സ്വിഗ്ഗിന്നാ. ഓക്കെ, താങ്ക് യു. ഓൾറെഡി പെയ്ഡ് മാഡം. ബ്ലാക്ക് ടീഷർട്ട്, ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. ഇരുന്ന് സംസാരിച്ചാലോ? സോ യു ആർ സുഭദ്ര, റൈറ്റ്? ചെറുക്കൻ കൂട്ടി വരാൻ സമയായി. നീ എന്താ സ്വിഗ്ഗി കൊണ്ടുവന്ന ചെറുക്കനെ വിളിച്ചിരുത്തി വർത്താനം പറയുന്നത്? മുത്തശ്ശി, ഇത് ചെറുക്കനാ കേട്ടോ. അയ്യോ, കറുത്ത ടീഷർട്ട് കണ്ടപ്പോ ഞാൻ അങ്ങനെ കരുതിപ്പോയി. ഇറ്റ്സ് ഓക്കെ മുത്തശ്ശി. ഞാൻ ആ ടീഷർട്ടിന്റെ അബദ്ധം കാണിച്ചത്. മോനെ, കുടിക്കാൻ ഇത്തിരി കാപ്പി എടുക്കട്ടെ? പിന്നെ ഇയാള് മോനെ, ഇതാ എടുത്ത മോനെ. താങ്ക് യു. ഇത് മുത്തശ്ശി എടുത്തോണ്ട് പോയിക്കോ. വെൽ, അയ്യോ പ്ലീസ് പ്ലീസ് റിലാക്സ്. ഇരിക്ക്. എന്തോ എന്റെ സമയം ശരിയല്ലെന്ന് തോന്നുന്നു. മോനെ വിഷമിക്കല്ലേ, ഞാൻ വേറെ കാപ്പി എടുത്തോണ്ട് വരാം. ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രഷ്. ലെറ്റ് മീ കം ടു ദ പോയിന്റ് ഡയറക്ട്ലി. ഇയാൾ ശരിക്കും ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിൽ കാണാനാ രസം. ബിസ്ക്കറ്റ്.
മുത്തശ്ശി ദാ സാറിന് കോഫിയുടെ കൂടെ ബിസ്ക്കറ്റ് കൂടി വേണമെന്ന്. ആരാണവൻ? ഈ അപ്പാർട്ട്മെന്റിലെ വേസ്റ്റ് ഫെല്ലോ. എന്താ മോനെ, ബോൾ എടുക്കാൻ വന്നാണോ? പോയി കളിച്ചോട്ടോ. വെൽ, നമ്മൾ എവിടെ നിർത്തിയ? അത് എന്നെ കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു നിർത്തി. നിങ്ങൾ നല്ല ഹാൻസമാ, ഹീറോനെ പോലെ ഉണ്ട് കാണാൻ. ഓഹ് താങ്ക്സ്. അവ ഹീറോ ആണെങ്കിൽ പിന്നെ ഞാനാരാ? എന്നെ കാണാൻ വന്ന ആളെ അവനെന്നൊക്കെ വിളിക്കാൻ നീ ആരാ? നീ എന്താ എന്നോട് ചൂടാവുന്നേ? ഞാൻ ഇങ്ങനെ പറയൂ. എന്തേ നീ എന്നെ? നിന്നെ കണ്ടല്ലോ. വൺ മോർ. കോഫി റെഡി. എന്നാ ടൈമിംഗ് അല്ലേ? അർജുൻ കോഫി അയ്യോ കുടിക്കുന്നു. വേണ്ട മുത്തശ്ശി, പുള്ളി ഇപ്പൊ കുടിച്ചതേ ഉള്ളു. അവന് ഒരു കാപ്പിയൊന്നും പോരാ, ദിവസം 2-3 എണ്ണെങ്കിലും വേണം. എല്ലാം മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടെ നടക്കുന്നല്ലേ? സന്തോഷം. എന്നാ ഞാനങ്ങ് ഇറങ്ങട്ടെ. ഇനി വരുമ്പോ അച്ഛനെയും അമ്മയും കൂടെ ഒന്ന് കൊണ്ടുവരണേ. അയ്യോ അതൊന്നും വേണ്ട, അവരിതൊന്നും വന്ന് കണ്ട ശരിയാവില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനിയും കഴിഞ്ഞില്ല കാപ്പി കൂടി. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രഷ്. പോടോ. അർജുൻ മോനെ കാപ്പി കൊണ്ടുവരട്ടെ? ഇപ്പൊ വേണ്ട മുത്തശ്ശി, ഞാൻ പിന്നെ വരാം. ആ ചെറുക്കൻ എന്താ മോളെ കാപ്പി കുടിക്കാതെ അങ്ങ് പോയത്? കമ്മീഷണറുടെ കാര്യം കഴിഞ്ഞു. ഇനി ബാക്കി അവൻ ഒരുത്തനേ ഉള്ളൂ. തോക്ക് ഹൈദരാബാദിലേക്ക് അയക്കണം. It's like a loop machine of a hat, the drop of a rap, the drop of a beat you might have listened to and thought was fat at the trainees or a dollar or a bond. എങ്ങോട്ടാ മോനെ? ഓഡീഷന് പോവുക? അതേട്ടാ. പോയി ജയിച്ചു വാ. താങ്ക്സ്, പോയിട്ട് വരാം. A castle in the mountain tops, rivers and streams. അർജുൻ മോനെ ഇത് കുട്ടികളുടെ കൈ കൊടുത്തേക്കണേ. All the best hero. All the best hero. താങ്ക് യു, താങ്ക് യു. Just lose. You don't wanna step into the party and job. What you wanna do? Oh man, it's on you. Gotta walk around, man. Who the hell are you? ദിവസം നിന്റെ ഡ്രീമിനെ പറ്റി പറഞ്ഞ് വെറുപ്പിക്കല്ലേ. നീ വണ്ടി കയറിക്കേ, അവിടെ രവി കാത്തിരിക്കുക. ഡാ കുറച്ച് പതുക്കെ പോണേ. എന്താ? എന്റെ ഹെയർ സ്റ്റൈൽ പോവും. വിട്ടോ വിട്ടോ വിട്ടോ. എന്തൊരു താമസിച്ചേ? ഹീറോ ലേറ്റ് ആയാലേ ബിൽഡപ്പ് കൂടുതലൂ എന്നല്ലേ പറഞ്ഞത്? അത് ഓഡിയോ ഫംഗ്ഷൻ, ഓഡിഷൻ അല്ല. വേഗം വാ, ഡയറക്ടർ വെയിറ്റ് ചെയ്യോ? വാ വാ, വേഗം വാ.
ഹായ് സാർ. നിങ്ങളാരാ? സാർ ഇയാൾ ഓഡിഷൻ വന്നാ സാർ? ഡു ഇറ്റ്. ആ ലൈറ്റ് കുറച്ച് ലെഫ്റ്റോട്ട് ഓക്കെ. ക്യാമറ കുറച്ച് റൈറ്റിലേക്ക്. എന്റെ റൈറ്റ് പ്രൊഫൈൽ നല്ലതാ. തുടങ്ങിയാലോ? ഔട്ട്. പിന്നെ വിളിക്കാം, ഫോൺ വെക്ക്. ഹേ, ഈ എക്സസൈസ് എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. ചേട്ടാ, ഈ ഓഡിഷൻ ഹീറോ ക്യാരക്ടറാണോ? അതേന്നാ തോന്നുന്നത്. അതെ അതെ. സാറേ, അനിൽ സാറേ, സാറിന്റെ സിനിമയിലുള്ള മാനറിസത്തിന്, എനർജിക്ക്, എലിവേഷന് ഐ ആം ടേക്കിംഗ് എ ബോ. ടേക്ക് എ ബൗ. സാറിനെ പോലുള്ള ബോക്സ് ഓഫീസ് ഡയറക്ടർ കൂടെ ഹീറോ ആയിട്ട് അഭിനയിച്ച അതുകൊണ്ട് ഈ പ്രാവശ്യം ഔട്ട് ഓഫ് ബോക്സ് സിനിമ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹേ, ടൈറ്റിൽ നന്നായിട്ടുണ്ട്. ടൈറ്റിൽ അല്ലടാ, കണ്ടന്റാ മെയിൻ. ഓ, അതുപോട്ടെ, നീ ആരാ? സാറിന്റെ ഔട്ട് ഓഫ് ദി ബോക്സ് പടത്തിന് ഓഡിഷൻ വന്നതാണ് സാർ. ആള് ഭയങ്കര സ്പീഡാണല്ലോ. താൻ കൊള്ളാലോ. സാർ വേഗം പറ, വേഗം പറ. സീൻ എന്താ സാർ? ഡയലോഗ് എന്താണ് സാർ? പറ പറ, വേഗം പറ സാർ. എന്റെ കഥയിലെ ഹീറോ ഒരു പോക്കിരിയ. ആ, എന്താ പോക്കിരി എന്ന് പറഞ്ഞപ്പോ നീ ആ ചിന്തയിലോട്ട് അങ്ങ് പോയാ? ആ പച്ചമുളകിനിടയിൽ കൂടെ മഹേഷ് ബാബു പാഞ്ഞു പോകുന്നത് അതൊന്നും കാണുന്നില്ല. ഏ? നോ ഇൻട്രൊഡക്ഷൻ, നോ ബിൽഡപ്സ്. അപ്പോ ഹീറോ ക്യാരക്ടർ? അതേ പടത്തിൽ ഒരു കോമഡി ക്യാരക്ടർ ഉണ്ട്. ഭിക്ഷ എടുത്തോണ്ടിരിക്കുന്നത്, റോഡിൽ കിടക്കുന്ന പേപ്പർ പ്ലാസ്റ്റിക് എല്ലാം പെറുക്കുന്ന ആള്, വിശപ്പ് സഹിക്കാൻ അത് അമ്പലത്തിന് നടക്കി കിടക്കുന്നു. എന്തിന് സാർ? ഞാൻ പറഞ്ഞല്ലേ, ഔട്ട് ഓഫ് ദ ബോക്സ്. അങ്ങനെ പരിതാപമായ നമ്മുടെ ഹീറോയുടെ മനസ്സിനുള്ളിലേക്ക് ഒരു സുന്ദരിയായ ഗ്ലാമറുള്ള ഹീറോയിൻ വന്ന് കയറും. കുഴപ്പമില്ല സാർ, ഹീറോ ഭിക്ഷക്കാരനാണെങ്കിൽ അവൾക്ക് ഭംഗിയുണ്ടല്ലോ. സോ ഒരു ഡ്രീം സോങ്, ഒരു ഡുവറ്റ്. നോ പാട്ടൊന്നും ഉണ്ടാകത്തില്ല. അതെന്താ സാർ? ആ പെണ്ണ് ആദ്യം കല്യാണം കഴിച്ചതാ. കല്യാണം കഴിഞ്ഞവളെ തന്നെ ഹീറോയിനായിട്ട് സാർ? ഔട്ട് ഓഫ് ദ ബോക്സ്. അതിനുശേഷം എന്താ സാർ? ഇന്റർവെൽ ബ്ലോക്ക്. വാഗമൺ പോലൊരു ലൊക്കേഷനില് ഇനി പോരട്ടെ പോരട്ടെ. ഈ സൈഡിൽ നിന്ന് വരുന്നു ഹീറോ. വന്നോണ്ടിരിക്കുക. തൊട്ടടുത്ത് നിന്ന് ഹീറോയിനെയും അവിടെ ഭർത്താവും. അവരുണ്ടല്ലോ, കുഴപ്പമില്ല, ഞാൻ വന്നോണ്ടിരിക്കുക. നടുവിലോ 20 റൗഡി പിള്ളേരുന്നു. ആ മതി സാർ. അവന്റെ സ്വപ്നം കാണാൻ തുടങ്ങിയേക്കുന്നു വീണ്ടും. കോട്ടയ്ക്ക് മുന്നിൽ അങ്ങനെ നിൽക്കുന്നു. ട്രാക്കിംഗ് ഷോട്ട്. കോട്ടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാ റൗഡുകളെയും പഞ്ച് ചെയ്ത് നീ അടിക്കത്തില്ല. എത്ര പ്രാവശ്യം പറയുന്നത് ഔട്ട് ഓഫ് ബോക്സ് ആണ്? നിന്നെ ആ 20 റൗഡുകളും ചേർന്ന് പെരുമാറും. നിന്നെ ഇങ്ങനെ വലിച്ചഴച്ച് ഉരുട്ടിയെടുത്ത് മേലോട്ട് പോക്കി താഴെ ഇടും. നിന്റെ തലച്ചോറ് ചേറി പ്രാന്തനാകും. ഒന്നും മിണ്ടാതിരിക്കും സാറേ. മനസാക്ഷി ഉണ്ടോ സാറേ? എനിക്ക് പാട്ട്, ഫൈറ്റ്, കോമഡി ഇതൊക്കെയാണ് വേണ്ടത്. ഔട്ട് ഓഫ് ദ ബോക്സ് എനിക്ക് വേണ്ട സാർ. പറഞ്ഞത് അവന് വേദനിച്ചെന്ന് തോന്നുന്നു. ദയവ് ചെയ്ത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒരു പടം എടുക്ക് സാർ. ഇൻട്രൊഡക്ഷനും ഇല്ല, ബിൽഡപ്പും ഇല്ല, കോമഡിയും ഇല്ല. ഔട്ട് ഓഫ് ദ ബോക്സ്. ആരാടാ നീ? അയ്യോ അർജുൻ, എന്റെ അച്ഛനാ. ആരാടാ നീ? അയ്യോ അർജുൻ, എന്റെ അച്ഛനാ. ഉത്സവത്തിന്റെ ഇടയ്ക്ക് അലമ്പുണ്ടാക്കുന്നല്ലേ? നടക്കടാ സ്റ്റേഷനിലേക്ക്. അപ്പ സ്റ്റേഷനിൽ വന്ന് പറ. വാ, നടു റോഡിൽ കിടന്ന് ഷൂട്ടിങ് വഴക്കുണ്ടാക്കുന്നു. കോപ്പ്. ഷൂട്ടിങ്ങിന് പെർമിഷൻ വാങ്ങിച്ചെന്നല്ലടാ പറഞ്ഞത്. ആ, ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി അച്ഛനോടാ ഞാൻ പെർമിഷൻ വാങ്ങിച്ചത്. പോലീസിന്റെ പെർമിഷൻ വേണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? സാറേ, ഒരു 500 തന്നാ ഞങ്ങളെ പുറത്തു വിടും. 1000? എത്ര നേരം ഒന്നും പറഞ്ഞ ഇൻസ്പെക്ടർ എന്തിയേ? ഉർവശി, സാറേ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? കഴിഞ്ഞതാ സാറേ. ആഹാ, കൊള്ളാലോ. നിനക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടിയല്ലേ? വാ, ഇരിക്കെ. ഇതകത്ത് വെക്കേ. ഓക്കെ സാർ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ആ നടന്നു സാറേ. അപ്പോ ഫസ്റ്റ് നൈറ്റോ? സാർ പ്ലീസ്. ഇയാളെന്താടാ ഇങ്ങനെ? ഇയാൾക്ക് ഞരമ്പിന്റെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. കല്യാണത്തിന് മുമ്പും പ്ലീസ്, കല്യാണം കഴിഞ്ഞിട്ടും പ്ലീസ്. ഹലോ, എക്സ്ക്യൂസ് മീ. ഉർവശി, ഉർവശി,
ഈ പുള്ളി അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. ഒരു മയത്തി സംസാരിക്കണം. നമസ്കാരം സാറേ. നിനക്കെന്താടാ? റാപ്പ് സാറേ, റാപ്പ് ചെയ്യുന്ന ആളാ. ഡോ, റേപ്പ് ചെയ്തെന്ന് എഴുതി വെച്ചോ? സാർ റേപ്പ് അല്ല സാറേ, റാപ്പ് സാറേ. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പാട്ട് പാടുന്നത് സാറേ. പാട്ട് പാടുന്നവനെ സിംഗർ നല്ലടാ പറയുന്നത്. സാറ് സ്പോർട്സ് കോട്ടയാണോ സാർ? അതായത് സിംഗർ വേറെ സാർ, ഇത് നെക്സ്റ്റ് ലെവൽ സാർ. ഇംഗ്ലീഷ് ഹിപ്പ് ഹോപ്പ് എന്ന് വെച്ചാ ഏതെങ്കിലും ഒരു പാട്ട് പാടാ. പാട്ട് പാടിയാൽ ഞങ്ങളെ വിടുവോ സാറേ? താങ്ക് യു സാർ. റെഡി സാർ. 1 2 3 ചെക്ക്. നിയമം വഴിതെറ്റി പോകുന്നു, യൂത്തും വഴിതെറ്റി പോകുന്നു. അപ്പോൾ പോലീസ് എവിടെ? 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 കള്ളന്മാർ പോലെ തലയുമ്പോൾ ലാത്തി എടുത്തടിക്കേണ്ട പോലീസ് എവിടെ? 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 ഇവിടെയാടാ. പോലീസിനോട് നിനക്ക് എന്താ അത്ര പുച്ഛം? എന്തിനാ ഇങ്ങനെ അടിക്കുന്നേ? എന്താടാ നീ റേപ്പറാ? ഹീറോയോ? അതെ സാർ. അതുകൊണ്ടാണോ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്? സാർ, ഇതൊരു ചെറിയ പ്രശ്നം, വിട്ടേക്ക്. പബ്ലിക്കിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയ സാറേ ഇവര്. അങ്ങനൊന്നും ഇല്ല സാറേ. സാറേ, അദ്ദേഹം ഇവന്റെ അമ്മായിയപ്പനാ. അമ്മായിയപ്പനോ? അവൻ നിനക്ക് പെണ്ണിനെ തന്നോ അല്ലെങ്കിൽ പെണ്ണ് നിനക്ക് തന്നോ? എത്ര പെണ്ണുങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയവനവൻ. ഇവനൊരു രാക്ഷസനാ മോനെ. ഹലോ, കിട്ടി, നോക്കാം. അവന്റെ കാര്യം നീ ഹീറോ ആയതിനു ശേഷം നോക്കടാ. ശരി സാറേ. അയ്യോ അർജുൻ! അമ്മ എന്താ ഒന്നും പറയാതെ വേഗം വന്നേ? അമ്മയോടാ. ഓ, എന്നോടായിരുന്നോ? ഞാൻ വിചാരിച്ച ഫോണിൽ ആരോട് പറയായിരുന്നെന്ന്. ടൈം ഒട്ടുമില്ല. നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് അറിയില്ലേ? അല്ലെങ്കിൽ തന്നെ രാവിലെ നടന്ന വഴക്കിന് മുഖവും വീർപ്പിച്ചോണ്ടിരിക്കുക. അയ്യോ, രാവിലെ നടന്ന ഷൂട്ടിംഗ് അല്ലേ അമ്മേ? ആരാ എന്താന്ന് അറിയില്ലല്ലോ. എന്നാൽ ഒരു വാക്ക് പോലും പറയാണ്ട് വേഗം എന്തിനാ ഓടി വന്നേ? കുട്ടിക്കാലം തൊട്ട് നിന്നോടെല്ലാം പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല അച്ഛൻ ഞാൻ പറഞ്ഞ്. വേറൊന്നുമല്ല മോളെ, പ്രസാദങ്ങളുടെ ഒരു പുതിയ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വരാൻ പറഞ്ഞ് നിർബന്ധിക്കുക. പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകണം. അമേരിക്കയിലോട്ടോ? എപ്പോഴാ പോകുന്നേ? പോകുന്നേന്നല്ല, പോകുന്നു. നീയും വരുന്നുണ്ട്. ഞാനോ? അമേരിക്കയിലോട്ടോ? ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ? സാഹചര്യം അങ്ങനെ ആയിപ്പോയി മോളെ. നീ ഇവിടെ, ഞങ്ങളവിടെ. അത് ശരിയാവില്ലല്ലോ. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജോലിയെ കുറിച്ചല്ലേ? അമേരിക്കയിലെ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഒരു നല്ല ജോലി, അതിനേക്കാളും വലിയ ജോലിയുള്ള ഒരു പയ്യനായിട്ട് ഒരു നല്ല ബന്ധം, രണ്ടും റെഡിയാണ്. അച്ഛാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. മോളെ, നീ എന്ത് വർത്താനം ഈ പറയുന്നത്? ആരോട് ഈ വിവരക്കേട് സംസാരിക്കുന്നേ? എന്ത് ലവുന്ന? അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അതിരിക്കട്ടെ, ആരാ ചെറുക്കൻ? രാവിലെ അച്ഛനോട് ഒരാൾ വഴക്കുണ്ടാക്കില്ലേ, അർജുൻ. അച്ഛാ പ്ലീസ്, ഞാൻ പറയുന്ന ഒരു പ്രാവശ്യം കേക്ക്. അച്ഛാ, ഇവളെ കൊണ്ട് തോറ്റു. എന്തൊരു എന്താടാ ഇത്? കൗബോയുടെ കൂട്ടൊരു ജാക്കറ്റും കീറി പറഞ്ഞൊരു പാൻറ്റും. പട്ടികൾ വല്ലതും കയറി ആക്രമിച്ചതാണോ അതോ ആളുകൾ വല്ലതും? ഇപ്പൊ വേണ്ട. എടീ, ഇവനെ ഒന്ന് ഉപദേശിക്കാൻ അപ്പോയിന്റ്മെന്റ് മേടിക്കണം. എന്താ ഒന്ന് മേടിച്ചു തരുമോ? അതെ മോനെ, നിനക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയറോ? അവാർഡ് കിട്ടിയത് പോലെയാണ് അവന്റെ പോക്ക്.
Order number 1156 7732. 这里有位身穿粉红色衣服的5岁小女孩，名字叫小美，请小美的父母来1楼的询问柜台把。എടാ നീ എവിടെയാ? ആ പോലീസുകാരനെ തടണോടാ. അവന്റെ തിരുനെറ്റി തോക്ക് വെച്ച് തലച്ചോറ് ചെതറിപ്പിക്കണോടാ. എന്റെ മേത്ത് അവൻ കൈവച്ചത് ഞാൻ ആരാന്നവന് ശരിക്കും അറിയത്തില്ലടാ. കാണിച്ചു കൊടുക്കാം. എടാ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താടാ? എടാ കൊറിയർ മാറി വന്ന് നീ വേഗം വീടിന്റെ ടെറസിലോട്ട് വാ. ആ നീ ടെറസിൽ തന്നെ നിക്ക്. ഐ ആം കമ്മിങ്. ആ അളിയാ എന്നെയാ മെയിൻ റോഡ് വരെ ഒന്ന് വിട്ടേ. എടാ തോന്നിയാസം കാണിക്കുന്ന വീടിന്റെ ടെറസിലാണോ? നിന്നെ കണ്ടില്ല എല്ലാം ഞാൻ പഠിച്ചത്. എടാ നിന്നെ എന്തിനാണ് കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്തോടാ. കറക്റ്റ് ഓർഡർ ആണെന്നാ പറയുന്നേ. അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഇതിന്റെ ക്യാപ്പ് എവിടെയാണ്? നിനക്ക് തലക്ക് സുഖമല്ലേ? എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഇതാ കണ്ടില്ലേ ഓയിലൊക്കെ ലീക്കായി. എടാ അത് ബ്ലഡ് ആടാ. എടാ ഇത് നവരത്ന ഓയിലാടാ. തലയിൽ തേച്ചാ കുളിര് കുളിര്. ചൈനക്കാരുടെ മുഖമൊക്കെ സെയിം ആയിട്ടേ ഇരിക്കത്തുള്ളൂ. ബുദ്ധി പക്ഷെ വ്യത്യസ്തമായിരിക്കൂടാ. ഈയിടെ ഒരു വൈറസിന് പുതിയ പേരിട്ടവര്. നിർത്ത്. അവളോട് വരുമെന്ന് ചോദിക്കേ. കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു സാറേ. അല്ലല്ലോ, എൻ്റെ നോട്ടത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളിനെ പോലെ ഉണ്ടല്ലോ. ശരിയല്ലേ? ഒന്നും വേണ്ട സാറേ. വേണ്ടേ? തൻ്റെ വർത്തമാനം കണ്ടിട്ട് തൻ്റെ മോളാന്ന് തോന്നുമല്ലോ. ശരി, അത് കിട്ടുകളാ. ഞാൻ തന്നെ പോയി നോക്കിക്കോളാം. എടാ ഇത് ശരിക്കുള്ള തോക്കാ. ഈ കമ്പനിയുടെ പേരാണ് പിസ്തോൾ. ഇറ്റ്സ് എ ക്രേസി ഡിസൈൻ. പിസ്തോൾ ഓയിൽ ഓർഡർ ചെയ്തിട്ട് തോക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കുന്നില്ല. ഞാനും വേണമെങ്കിൽ കണ്ണടച്ച് പിടിച്ചോളാം. എന്താ ശരിക്കുള്ള തോക്കാണത്. തമാശ കളിക്കല്ലേ? തോക്ക് പറഞ്ഞത്. കൈ എടുക്കണം.
നമുക്ക് വേറെ എവിടുന്ന് പോവാം. ഇത് യഥാർത്ഥ തോക്കായിരുന്നടാ. നീ പറഞ്ഞത് ശരിയാ. ഇറ്റ്സ് എ റിയൽ ഗൺ. എടാ അത് ഒറിജിനൽ തോക്ക എത്ര തവണ നിന്നോട് പറഞ്ഞതാ? നീ എന്നിട്ട് കേട്ടോ കേട്ടോ കേട്ടോ? ചിൽ മാൻ. അത് ടെസ്റ്റ് ചെയ്തപ്പോഴല്ലേ അറിഞ്ഞ റിയൽ ഗണ്ണാണ്. ശരിടാ, ഞാൻ ടെസ്റ്റ് ചെയ്യാം. നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലായി. ഇതങ്ങോട്ട് താഴെ പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ചേട്ടാ കൊറിയർ. അർജുന, അച്ഛാ, ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും ജനിക്കും, പിന്നീട് മരിക്കും. ഇതിന്റെ രണ്ടിനുമിടയിൽ അവന്റെ ജീവിതം തന്നെ മാറിപ്പോകും വിധത്തിൽ ഭഗവാൻ എല്ലാവർക്കും ഒരേ ഒരവസരം നൽകിയിരിക്കും. ഇതൊരു ഡീലല്ല. ആ രാവണൻ നിനക്ക് തന്ന ഒരവകാശം. അർജുന, സംഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നീ മരിച്ചു മണ്ണടിഞ്ഞാൽ കൂടെ നീ കൊന്നത് ഇവിടെ വിളിച്ചു പറയണം നാട്ടുകാർ. ശരി അച്ഛാ. തുറക്കത്. ഞങ്ങൾക്ക് നിങ്ങളുടെ കോടിയൊന്നും ആവശ്യമില്ല ബ്രദർ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് വെറും 999 രൂപ മാത്രമാണ്. എന്താടാ ഇത്? തോക്കെവിടെയാടാ? എന്തായി കാണുന്നത്? കൊറിയർകാരി തന്നേട്ടാ. അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ തേണ്ടികള്. അച്ഛാ, അച്ഛൻ ടെൻഷനാവരുത്. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്തുണ്ടാക്കുമെന്നാ? എന്ത് ചെയ്യുമെന്ന് പറയടാ. അത് ബായിയുടെ തോക്കടാ. ബായിയുമായിട്ട് ഡീല് വെച്ചാൽ ശത്രുവിന്റെ പ്രാണൻ എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ പോകണം. ഓ ശരി അച്ഛാ. എടാ, ആ തോക്ക് ആരുടെ കയ്യിലായാലും ശരി, അവന്റെ കഴുത്ത് വെട്ടിയിട്ടത് കൊണ്ടുപോവാ. ഓടാ. ഈ ഐഡിയ കൊള്ളാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. What the hell is going on out here? ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ സർ. ഇൻവെസ്റ്റിഗേഷൻ? വെടികൊണ്ട് നിങ്ങളുടെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറിനാണ്, ഒരു സാധാരണക്കാരനല്ല. ഈ വിഷയം മീഡിയ അറിഞ്ഞാൽ ആകെ നാണക്കേടാവും. മാഡം സാർ ഒന്ന് കേക്ക് സാർ. മാഡം ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. മാഡം പ്ലീസ്. Come on! ഇത്രയും നേരമായിട്ട് എന്റെ ഫ്രണ്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. എടാ, ഇത് പോലീസ് സ്റ്റേഷനാണോ അതോ റെയിൽവേ സ്റ്റേഷനാണോ? ശരി പറടാ. എന്താടാ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടുത്തെ സിസ്റ്റം തന്നെ പ്രോബ്ലമാണ് സാർ. എടാ അടങ്ങിയിരിക്കും, ഞാൻ പറയാം സാർ. പറ. അത് ഓൺലൈനിൽ ഞങ്ങളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു സാർ. കറക്റ്റ് പ്രോഡക്റ്റ് അല്ല കിട്ടിയത് സാർ. അത് കസ്റ്റമർ കെയർ ചോദിക്കേ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? സാർ പ്ലീസ് പറയുന്ന ഒന്ന് കേക്ക് സാർ. ഞാൻ ഓർഡർ ചെയ്ത കൊറിയറിൽ ആ പ്രോഡക്റ്റ് വന്നില്ല സാർ. പിന്നെന്താ വന്നത്? അതിപ്പോ എങ്ങനെ പറയാ, ജെയിംസ് ബോണ്ടിന്റെ കയ്യിലുള്ള സാധനം പോലെ. എന്താണ് ചോദിച്ചപ്പോ നിനക്കൊക്കെ ഒരു വിക്കല്? നട റോഡിൽ സിഐയെ വധിക്കാൻ ശ്രമിച്ചു. റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പോലീസ് ഇൻസ്പെക്ടർ വെടിയേറ്റ് ഈ പൊസിഷനിലാണ് ഈ സ്ഥലം പരിചയമുണ്ടല്ലോ. അതേടാ, നമ്മുടെ റോഡ് തന്നെ. നമ്മുടെ റോഡ്. ഡിപ്പാർട്ട്മെന്റിനോടുള്ള വിരോധം മൂലമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ആന്റിക് പിസ്റ്റോൾ കൊണ്ട് ഷൂട്ട് ചെയ്താണെന്ന് അറിയാൻ കഴിയും. ഈ സംഭവം നടന്നതിന് ശേഷം പട്രോളിങ്ങിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്നാണ് പോലീസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പോലീസ് ഇങ്ങനെ ചെയ്യുന്നോണ്ട് ജനങ്ങൾക്ക് പോലീസിനുള്ള ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ നമ്മളാ ചെയ്തെന്ന് മനസ്സിലാവും. എനിക്ക് പേടിയൊന്നുമില്ല. നീ എന്തിനാ പറയുന്നത്? എടോ ശ്രീകാന്തേ, മീഡിയക്കാർ എങ്ങനെയാണ് ഈ കാര്യം പറഞ്ഞത്? ഹേ, നിങ്ങൾ ആദ്യം TV ഓഫ് ആക്കും. സർ, ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? ബുള്ളറ്റ് ഫോറൻസിക് റിപ്പോർട്ടിന് വേണ്ടി മുമ്പേക്ക് അയച്ചിരിക്കുകയാണ് സർ. എല്ലാ ചെക്ക് പോസ്റ്റും അലർട്ടാണ് സർ. സിറ്റി വിട്ടൊരിക്കലും പോകാൻ വഴിയില്ല സർ. തോക്ക് കിട്ടിയാൽ ഷൂട്ട് ചെയ്തതിനെ പിടിക്കാൻ എളുപ്പമാണ് സർ. ഷൂട്ട് ചെയ്തതിനെ കിട്ടി അറസ്റ്റ് ചെയ്യണ്ട, ശരി സർ. എൻകൗണ്ടർ ചെയ്തേനെ. ബാക്കി കാര്യം എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഓക്കെ സർ. എനിക്ക് വേണ്ട. എന്തോ ഒരു കൊറിയർ വന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ? നമുക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. പറയുന്നോ ഇല്ലയോ? പറയില്ല സാർ. ഈ എല്ലാ വിശ്വാസം പോയി സാർ. നടു റോട്ടിൽ ഇൻസ്പെക്ടർ വെടിവെച്ചിട്ട് പോലും നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല സാർ. ഓക്കെ, ഇൻഫർമേഷൻ ഇല്ല, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് സാർ. പക്ഷെ ഇന്നലെ രാത്രി 12 മണിക്ക് ഷൂട്ട് ചെയ്തിട്ട് ഇത്രയും നേരമായിട്ട് എന്തുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്തില്ല സാർ? 10 മണിക്കാ ഷൂട്ട് ചെയ്തെന്ന് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ അറിയാവടാ? പുറത്ത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു സാർ. അതിനെപ്പറ്റി ഇവനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാനോ? ഏത് പാട്ടാടാ എഴുതിയത്? പാടിക്കൊടുക്ക്. പപ്പര 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 പര പപ്പര പോലീസ് എല്ലാം പരപര. നീയൊക്കെ കളിക്കല്ലേ? നിനക്കൊക്കെ എന്താ വേണ്ടെന്ന് പറ. നല്ല വിശ്വാസം വേണം സാർ. വിശ്വാസം. ഞങ്ങളുടെ ഇൻസ്പെക്ടറെ കൊന്നവനെ പിടിക്കുന്നവരെ ഈ സ്റ്റേഷനകത്ത് ഞങ്ങൾ കാലുകുത്തില്ല സാർ. വായ നോക്കിയിട്ട് കഥ വാടാ. വാ. സ്ത്രീകളോടൊക്കെ നല്ല ബഹുമാനമുള്ളൊരു സാറായിരുന്നു. എല്ലാം പോയില്ലടാ. സ്ത്രീകളെ നമ്മുടെ ഇൻസ്പെക്ടർ, നമ്മുടെ സ്വന്തം ഇൻസ്പെക്ടർ എന്താ ചെയ്യാ? ഈ സമയത്താണ് പപ്പര പപ്പര പാട്ട് പാടുന്നേ. ഇനി എന്താ ചെയ്യേണ്ടത് പറ. ആ തോക്ക് കൊണ്ട് കളയണം. അച്ഛാ, എന്താ മോളെ? അച്ഛൻ അർജുനെ ഒരു പ്രാവശ്യം ഒന്ന് കാണുവോ? അച്ഛൻ അവനെ ഇഷ്ടപ്പെടും. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല. ഒരു പ്രാവശ്യം കണ്ടിട്ട് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത്? വീണ്ടും ഒരു തവണ കണ്ടാൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന നിനക്കെന്താ ഉറപ്പ്? അച്ഛ, അർജുൻ നല്ലൊരു ചെറുക്കൻ അറിയോ? നല്ലവനാണെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ. കാശ് എത്ര വേണമെങ്കിലും തരാം. പകരം മകളെ കൊടുക്കാൻ പറ്റുമോ? അർജുനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. കളയാൻ പറ്റിയ സ്പോട്ടല്ലേ? എന്തൊരു നാറ്റോ ഇവിടെ, തീരെ വൃത്തിയില്ലടാ. നീ കുളിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. തോക്കെടുക്കടാ, പെട്ടെന്ന് എടുക്ക. ആരെങ്കിലും നോക്കുന്നുണ്ടോ? അവിടെ നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് എറിഞ്ഞേക്ക്. നമ്മുടെ നാടിന്റെ പ്രകൃതി മനോഹരമാണ് കുട്ടനാട്. അപ്പൊ ഈ കുട്ടനാടിനെ ചപ്പുചവറുകൾ കൊണ്ട് നശിപ്പിക്കുന്നവരെ കൈയോടെ പിടികൂടാൻ വന്നിരിക്കുകയാണ് ഈ റിയൽ ന്യൂസ്. ഇവിടെ ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയുമോ? ശുദ്ധമായുള്ള ഈ തടാകത്തിനെ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് മലിനമാക്കുകയാണ്. നമ്മുടെ നാടിന്റെ ഭാവി കാലം യുവാക്കളുടെ കയ്യിലാണെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവസരം കിട്ടി അന്നേരം തന്നെ തുറന്നു പിടിച്ചോണ്ട് അങ്ങോട്ട് ഓടും. ഓസോൺ ദ്വാരത്തിന്റെ പിന്നിലും ഇവരാണോ? കൊറോണയ്ക്ക് കാരണം ഇവരാണോ? നേരിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, എന്റെ ഗണ്ണ് കണ്ടോ ചേച്ചി? ഇന്നത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം അങ്ങ് ഡബിൾ മീനിങ് ആയിട്ട് എടുത്തോളൂ. മാറും. അതെന്താ നീ അങ്ങനെ അടിച്ചേ? ഭയം കൊണ്ട് എനിക്കും പോണം. നീ ഇന്ന് പിടിച്ചേ, ഞാനിപ്പോ പോയിട്ട് വരാം. നല്ല വേദന ഉണ്ടാ. വീട്ടിൽ പോയിട്ട് മീഡിയക്കെതിരായിട്ട് ഒരു റാപ്പ് ഉണ്ടാക്കണം. ഹലോ സുബു. ഹലോ അർജുൻ, നീ എവിടെയാ? ചെറിയൊരു പ്രോബ്ലം, പിന്നെ വിളിക്കാം. അച്ഛന് നിന്നെ കാണണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് കോഫി ഷോപ്പിലോട്ട് വാ. ഒരു അർജന്റ് കാര്യമുണ്ട്, ഇപ്പൊ വരാൻ പറ്റില്ല. വന്നേ പറ്റൂ, അത്ര തന്നെ. എങ്കിൽ ലൊക്കേഷൻ അയക്കും. ഇപ്പൊ എന്തിനാണ് അവൾ നിന്നെ വിളിക്കുന്നത്? എനിക്കെങ്ങനെ അറിയാം? നീ നേരെ നോക്കി വണ്ടി ഓടിക്കേ. ഈ സമയത്ത് തന്നെ ഇതെല്ലാം വേണോടാ? നീ ഒന്ന് ചുമ്മാതിരിക്കും. വരുവോ അതോ ഇനി കാത്തിരിക്കണോ? സോറി അങ്കിൾ, അന്നേതൊരു ടെൻഷനിൽ ഞാൻ. അതിരിക്കട്ടെ, ഈ 2 പേരിൽ എന്റെ മകളെ പ്രേമിക്കുന്നവരാ? അയ്യോ, അത് ഞാനല്ല അങ്കിൾ. ഞാൻ അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഒരു പക്ഷെ ചെയ്തിരുന്നേ ഞാനിപ്പോ മരുമോനായനെ. പോടാ, മതി പോ. സോറി അങ്കിൾ, അവൻ ആള് കുറച്ച് ഓവറാ. താങ്ക് യു അങ്കിൾ. അതായത് എന്നെ ഒരു മരുമോനായിട്ട് കണ്ടതിന്. ബാഗ് നീ ആ ബൈക്ക് പോയിരിക്കും. പോ. അസൂയ. സോറി അങ്കിൾ, മുടി കൊഴിച്ചിൻ്റെ ഒരു ടെൻഷൻ, പിന്നെ കൊറിയർ വരാത്തതിൻ്റെ വേറൊരു ടെൻഷൻ. ഈ ടെൻഷൻ്റെ ഇടയിൽ അങ്കിളിൻ്റെയും ടെൻഷൻ. ഈ ടെൻഷനെല്ലാം കൂടി ഇങ്ങനെ. ഹേ, താങ്ക്സ് അങ്കിൾ. അർജുൻ, നീ എന്തായി കാണിക്കുന്നേ? എങ്ങനെ അങ്കിൾ അത് വലിക്കുന്നേ? അങ്കിൾ സ്നേഹത്തോടെ തന്നോട്ട് വലിച്ചെന്നേ ഉള്ളൂ. സാധാരണ ഞാൻ വലിക്കാറില്ല.
എന്റെ മോള് നിന്നെ കുറിച്ചെല്ലാം പറഞ്ഞു. ഓ എല്ലാ കാര്യം പറഞ്ഞല്ലേ? അങ്കിളുടെ 18 രൂപ ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ. അവള് നിന്റെ സിഗരറ്റ് വലിയെ കുറിച്ചല്ല പറഞ്ഞ, സിനിമയെ കുറിച്ചാ. ഇതും സിനിമയ്ക്ക് വേണ്ടി വലിച്ചതാ. സിനിമയിൽ ഹീറോ ആകാൻ വന്നവരൊക്കെ അവരുടെ ജീവിതം തന്നെ നാശമാക്കിയിട്ടുണ്ട്, അതറിയോ? ട്രൈ ചെയ്തോണ്ടിരുന്ന ജീവിതം വേസ്റ്റ് ആവും. പക്ഷെ മനസ്സുകൊണ്ട് കഷ്ടപ്പെട്ട ഉറപ്പായി ഹീറോ ആവും. ഹീറോ ആകുന്ന കാര്യം അത്ര എന്റെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞിരുന്നു അങ്കിൾ. അങ്കിളുടെ മോളെ വളയ്ക്കാൻ അത്ര ഈസി അല്ലെന്ന്. എന്നിട്ട് എന്താ വളഞ്ഞില്ലേ? ബൈക്കിൽ കറങ്ങിയില്ലേ? എനിക്ക് ഉമ്മ തന്നില്ലേ? തന്നില്ല അങ്കിൾ. അച്ഛമ്മ കള്ളം പറയുവാ. ശരിക്കും തന്നില്ല. Excuse me, what? അച്ഛാ ഞാൻ അങ്ങനെ നിനക്ക് എന്റെ മകളും സിനിമയും രണ്ടും ഒരേപോലെയാണോ? രണ്ടിനോട് എനിക്ക് ഒരേ ഫീൽ തന്നെ അങ്കിൾ. രണ്ടിനും വേണ്ടി വന്ന ജീവൻ തന്നെ കൊടുക്കും. കള്ളുകൂടി, സിഗരറ്റ്, ഡ്രഗ്സ് പോലെ സിനിമയും ഒരു അഡിക്ഷനാണ്. എന്റെ മകൾക്ക് വേണ്ടി നീ സിനിമ വലിച്ചെറിഞ്ഞ് ഞങ്ങളുടെ കൂടെ വരുമോ? അങ്കിൾ ഞാൻ പറയുന്നത് ഒരു തവണ എക്സ്പ്ലനേഷൻ കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. നിനക്ക് എന്റെ മകളാണോ വലുത്, സിനിമയാണോ വലുത്? സുബു, നിനക്ക് ഞാൻ വേണോ അതോ നിന്റെ അച്ഛൻ വേണോ? അല്ല അങ്ങനെ ചോദിച്ചാ വളരെ മോശമായി പോവില്ല അങ്കിൾ. അങ്കിൾ സിറ്റുവേഷൻ വളരെ മോശം. ഞാൻ പോവാ. ഓക്കെ ബൈ. തന്റെ ആണേ ബാഗ്? ഇതിലെന്താ ഉള്ളേ? എടാ ബാഗ് സുബുവിന്റെ ബാഗുമായിട്ട് മാറിപ്പോടാ. സുബു എന്താ വേണ്ടേ? ബാഗ് എവിടെ നിന്റെ? സുബു കോഫി ഷോപ്പിൽ കൊണ്ടുവന്ന ബാഗ് എവിടെയെന്ന്? എന്റെ അടുത്തുണ്ട്. നീ ഇപ്പൊ എവിടെയുള്ള? ജിയർ ഗാർഡനിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകും. ആണോ? സുബു എനിക്ക് അർജന്റായിട്ട് നിന്നെ ഒന്ന് കാണണം. പറ്റത്തില്ല. സുബു സാർ, ഇത് ATS കമ്മീഷന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റാണ് സാർ. ഇത് നമ്മുടെ നാട്ടിലെ ഇൻസ്പെക്ടർ അറ്റാക്ക് ചെയ്തപ്പോൾ ആ അറ്റാക്കിൽ കിട്ടിയ ബുള്ളറ്റ്സാ. ബോത്ത് ആർ മാച്ച്. ആർ യു ഷുവർ? ഷുവർ സർ. ദ ബുള്ളറ്റ് ഫയർഡ് ഫ്രം മാർലൈൻ മോഡൽ ഗൺ. ആ ഗൺ സലീം ഭായിയുടെ. ഗണ്ണ് ഹൈദരാബാദിലുണ്ടെങ്കിൽ അവൻ ഹൈദരാബാദിലുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. തൂക്കും കൊല്ലേണ്ട ആളുടെ ഫോട്ടോ ഇവിടെ അയച്ചിട്ടുണ്ട് ഭായി. ഭായി എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൻ ചത്തിരിക്കണം. ഹലോ അമ്മ, താക്കോൽ എവിടെ? ഡോറിന്റെ അടുത്തുള്ള കബോർഡിലുണ്ട്, നോക്ക്. ആ ശരി. നിനക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയറോ? എവിടെ വെച്ചേക്കുന്നേ? അവിടെ ആ ഉള്ളുണ്ട്, നോക്ക്.
കൊറിയറും എൻ്റെയാ, തോക്കും എൻ്റെ. ഇതെന്താ പറ്റി? ഇത്രയും ബിൽഡപ്പ് ചെയ്തൊക്കെ വെറുതെ ആയോ? ഒരു ബുള്ളറ്റ് ഉള്ളെന്ന് കരുതിയോ നീ? ഇനി 5 ബുള്ളറ്റ് ബാക്കിയുണ്ട്. നിങ്ങളൊക്കെ ആരാ? ഇവരൊക്കെ നിനക്ക് ഇൻഫർമേഷൻ തരാൻ ഞാൻ കസ്റ്റമർ കെയർ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് നിന്റെ കഥ തീർക്കണം. നന്നായി വിശക്കുന്നുണ്ട് എനിക്ക്. യു ആർ സോ ലക്കി. സലീം ഭായിയുടെ തോക്ക് കൊണ്ട് ചാവുന്നതിന്. സലീം ഭായി ആരാ സർ? എന്താണ് ഇങ്ങനെയൊക്കെ നായകനൊക്കെ വെറുതെ കാറ്റിലിങ്ങനെ നിങ്ങൾക്ക് സയൻസും ലോജിക്കും വേണമെങ്കിൽ ലൈബ്രറി പോയി ആരാടാ ഇവരൊക്കെ? എടാ നിന്നോട് തന്നെയാ ചോദിച്ചത്, ആരാ ഇവരൊക്കെ? സർ ദൈവ, എന്റെ ദൈവ. താങ്ക് യു ബ്രദർ. അനുഗ്രഹിക്കാമേ. അച്ഛാ എന്നെ അനുഗ്രഹിക്കേ. അമ്മേ, അമ്മയുടെ പൂജയ്ക്ക് നല്ല ഫലം ഉണ്ടായി അമ്മേ. അച്ഛന്റെ ചീത്തവിളിയൊക്കെ വരായിട്ട് മാറിയ 25 വർഷമായിട്ട് ആഗ്രഹിച്ചിരുന്ന ദിവസം ഇതാ വന്നെത്തി അമ്മേ. പ്ലീസ്, ഇപ്പൊ നമ്മുടെ അപ്പൂപ്പൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ. നിന്റെ ഈ ഓവറാക്ഷൻ കാണാതെ ചത്തുപോയാന്. എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഞാൻ ഹീറോയാ അമ്മേ. ഇത്രയും നാളായിട്ട് ഞാൻ കാത്തിരുന്ന സ്വപ്നം എന്നെ തെറ്റി ഡയറക്റ്റ് ആയിട്ട് വീട്ടിലോട്ട് വന്നമ്മേ. എനിക്ക് വിശ്വാസമില്ല. എനിക്കറിയാം, അതാ ഞാൻ അമ്മയോട് പറയുന്നത്. ഇവരെല്ലാം ടീം, മൈ ടീം. ടീമാ? ഇവന്മാരെ കണ്ടിട്ട് ഇവനാരാ? എന്റെ ഡയറക്ടർ. ഈ പൂക്കള ഷർട്ടുകാരനോ? സിനിമാറ്റോഗ്രാഫർ. അപ്പി തലക്കെട്ടുകാരനോ? ഫൈറ്റ് മാസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഇവനാരാ? പ്രൊഡ്യൂസർ. എന്താ ഇവനൊക്കെ പ്രൊഡ്യൂസറാ? സോറി സർ. നിക്കടാ ഡയറക്ടർ സാറേ, എന്റെ മോൻ ഹീറോ ആയിട്ട് തന്നെ അഭിനയിക്കോ? അയ്യോ, എന്ത് സന്തോഷമുള്ള കാര്യം പറഞ്ഞത്. ഈ സമയം നോക്കി വീട്ടിൽ അല്പം മധുരവും ഇല്ല. ബിരിയാണി ഉണ്ട്, കഴിക്കുന്നു. എടുത്തു കൊടുക്കടാ. ചിക്കൻ. എന്താടി മകൻ ഹീറോ ആയതിന്റെ സന്തോഷമാണോ? അതിനു മുമ്പ് കഥ എന്താന്ന് കേൾക്കാൻ നോക്കാം. ഇത് നമ്മുടെ മകന്റെ ആദ്യത്തെ സിനിമയാ. എടാ മോനെ, കഥ കേട്ടായിരുന്നോ? എങ്ങനെയുണ്ട്? പറയടാ. ഇങ്ങനെ ശല്യം ചെയ്യാതെ. നീ പറയില്ലല്ലേ? ഡയറക്ടർ സാറേ, സാറൊന്ന് പറയോ? അയ്യോ, വെള്ളം കുടിക്കേ. അമ്മേ അമ്മേ നിൻ സ്നേഹം നിറയെ താലോലിക്കാൻ നീയാരാണമ്മേ, വാക്കുകളില്ലമ്മേ നീയാലോകം. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നിർത്തി കഥ എന്താന്ന് ക്രിയേറ്റീവ് പീപ്പിൾ അവർ സമയമൊക്കെ നോക്കിയ കഥ പറയുള്ളൂ. നിന്റെ ഇഷ്ടത്തിന് എപ്പോ വേണമെങ്കിലും ബിരിയാണി കഴിക്കാം. ഇനി ഇപ്പൊ കഥ കാമഡി പ്രത്യേക സമയം വേണം. പ്രൊഡ്യൂസർ സാറേ, നിങ്ങളോട് വല്ലതും പറഞ്ഞായിരുന്നോ? കഥയൊക്കെ പിന്നെ നോക്കാം. ചേട്ടാ കഴിക്കും. അതെങ്ങനെയാണ് ശരിയാവുന്നേ? കഥയാണ് സിനിമയ്ക്ക് ഫസ്റ്റ് ചെയ്യുന്നത്. അതാ ഞാൻ പറയുന്നത്. നിർത്തല്ലോ.
കഥയെല്ലാം അറിയണ്ടേ? ആ, കഥ പറയേ. ഞാൻ പറയാം. അവിടെ ഇരിക്കേ. താങ്ക്സ്. അമ്മ അവിടെ ഇരിക്കേ. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കഥ മുംബൈയിലാണ് നടക്കുന്നത്. സിറ്റിയിലെ സ്മഗ്ലിംഗ്, ഡ്രഗ്സ്, എക്സ്ട്രോക്ഷൻ, ഇതിൻ്റെ എല്ലാം കെയർ ഓഫ് അഡ്രസ് സലീം ഭായിയുടേതാണ്. അയാളൊരു വലിയ കൊലയാളിയാണ്. അതിൻ്റെ പേരെന്താ സാറേ? ഭായ് എത്ര പേരെ കൊന്നെന്നറിയോ? കൗണ്ട്ലെസ്. സലീം ഭായ് ഒരു സ്കെച്ച് ചെയ്താലുണ്ടല്ലോ, അതൊരിക്കലും മിസ്സാവില്ല. അത് നിനക്ക് ഫേവറേറ്റ് ആണെങ്കിൽ ഇത് എനിക്ക് ഫേവറേറ്റാ. വിട്ടുകളല്ലേ അറിയാലോ നിനക്ക്, ഞാൻ മനസാക്ഷിയുള്ളവനാ. ഞാൻ എൻ്റെ ശത്രുവാണെങ്കിൽ പോലും 2 ഓപ്ഷൻ തരും. സിഗരറ്റ് കൊണ്ട് ചാവുന്നു, തോക്ക് കൊണ്ട് ചാവുന്നു. എൻ്റെ ശത്രു എവിടെയായിരുന്നാലും എത്ര ദൂരത്തായിരുന്നാലും അന്വേഷിച്ച് കണ്ടെത്തി തീർക്കും ഞാൻ. 1 2 3. അങ്ങനെയുള്ള സലീം ഭായ് ഹൈദരാബാദിലുള്ള ഒരുത്തനെ കൊല്ലാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് അർജുനന് കൊടുത്ത് അതിനാവശ്യമായ തോക്കും അയാളുടെ ഫോട്ടോയും കൊറിയർ അയച്ചു കൊടുത്തു. ആ കൊറിയർ ഈ അർജുനല്ല കിട്ടിയത്, ഈ അർജുന്റെ കയ്യിലാണ് എത്തിയത്. ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ അർജുനൻ അറിയാം. ഇനി സാറ് പറ, ഞാൻ എന്താ ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്? അവൻ ചാവണം. അച്ഛാ, ലോജിക്ക് വരണമെങ്കിൽ അത് തന്നെയാണ് കറക്റ്റ്. അയ്യോ പാവായിട്ട് ഇവന് വിട്ട് കഴിഞ്ഞാൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്താ കൊന്നുകളയണം. കൊല്ലാൻ വേണ്ടി തന്നെയാ പുറപ്പെട്ടത്. പക്ഷെ അതിന് നടുവില് ഈ അമ്മയെ പോലെ ഒരമ്മ എനിക്ക് ഭക്ഷണം വരുത്തുന്നു. ആ ഒരു അമ്മയെ ഓർത്ത് ഒരവസരം ഞാൻ തരാ. പോ. കഥയുടെ രസം ഇങ്ങനെ പോയ പണം പൊളിയുന്ന ഉറപ്പാ. ചേട്ടാ ഇതില് ലോജിക്ക് എവിടെയാ? ചേട്ടാ, ഇമോഷൻ കറക്റ്റ് ആവാൻ വേണ്ടി ഇവരെന്താ എന്നെ പോലെ എഡ്യൂക്കേറ്റഡാ? ഇവരെ കണ്ട റൗഡി, ഇവ തനി ഗുണ്ട. ഇവരൊക്കെ ആണെങ്കിലോ റോട്ടിൽ കിടന്ന പശുവില്ലേ, പശുവിന്റെ ചാണകം. മറന്നേക്ക്, എല്ലാം മറന്നേക്ക്, കഴിഞ്ഞതൊക്കെ മറന്നേക്ക്, സംഭവിച്ചെല്ലാം ദുസ്വപ്നം മറന്നു കരുതി എല്ലാം മറന്നേക്ക്. നിന്റെ ഒരു നല്ല കുടുംബ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. പക്ഷെ ഒരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം, ഞാൻ നിനക്ക് തന്നിട്ട് പോകുന്നത് നിന്റെ ജീവൻ മാത്രമല്ല, എന്റെ വിശ്വാസം കൂടിയാ. ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായാ പിന്നെ ഈ വീട്ടിൽ ആരും ബാക്കി ഉണ്ടാവില്ല. ഇതാണ് ഇന്റർവൽ ബ്ലോക്ക് സാർ. ലോജിക് കറക്റ്റല്ലേ സാറേ? സൂപ്പർ, താങ്ക് യു. എന്നാ ഞാൻ പോയിട്ട് വരാം സാറേ. അമ്മേ, പോയിട്ട് വരാവേ. വാടാ അനിയ, ആ കവറിങ് എടുക്ക. ഡയറക്ടർ സാറേ, എന്റെ മോന്റെ കൂടെ അഭിനയിക്കാൻ ഒരു സുന്ദരിയായ കുട്ടിയെ സെലക്ട് ചെയ്യണേ സാറേ. അതിനെന്താ അമ്മേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഈ അമ്മയോടത്തോളം നിനക്കൊന്നും സംഭവിക്കില്ല. ഇപ്പൊ വരാം. എങ്ങോട്ടാടാ? ഹീറോനെ കണ്ടിട്ട് വരാം. അത് മുത്തശ്ശി സുബ്ബു എവിടെ? അവരെല്ലാരും ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഹോസ്പിറ്റലിലോ? ഡോക്ടർ, അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ലല്ലോ. ഹിസ് കണ്ടീഷൻ ഈസ് സ്റ്റേബിൾ നൗ. അദ്ദേഹത്തിന് വിഷമം വരുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ അദ്ദേഹത്തിനോട് ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ?
സുബു സുബു ഇവിടുന്ന് പോന്നീ. സുബു ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരു നിമിഷം ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. നിന്റെ അച്ഛനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം. അറിയാന്നോ? യെസ്, നീ തന്നെയാ എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കുന്നത്. എന്തായി പറയുന്നു സുബു? എന്റെ അച്ഛന് നിന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ച ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന ഓർത്തല്ലേ? അതല്ലായിരുന്നു നിന്റെ പ്ലാന്. ഹേ, നിനക്കത് ഭ്രാന്ത് പിടിച്ചോ? അവര് നിന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുക. എന്താ കാരണം നിന്റെ അച്ഛനോട് ചോദിച്ചറിഞ്ഞേ പറ്റൂ. എന്റെ അച്ഛനെ അങ്ങനെ കൊല്ലാൻ ആരാ ഉള്ളത്? ഈ കഥയൊക്കെ നിന്റെ പ്രൊഡ്യൂസറിനോട് പോയി പറ. എനിക്ക് കേൾക്കണ്ടൊന്നും. സുബു, ഗെറ്റ് ഔട്ട്. സുഭദ്ര പ്ലീസ് ഗെറ്റ് ഔട്ട്. മോനെ സർ, കവറിങ് എടുക്ക. അണ്ണാ, എനിക്കറിയാം ഇവ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന്. ആ, ഇവൻ തന്നെ. ഉർവശി, ഞാൻ എപ്പോ എഴുന്നേക്കുന്നു നോക്കി കാത്തിരിക്കായിരുന്നു. ഉർവശി, ഡോക്ടർ ഡോക്ടർ യെസ്, എനിക്ക് എന്ത് പറ്റി ഡോക്ടർ? ബുള്ളറ്റ് ഡയറക്റ്റ് വന്ന് സ്പൈനൽ കോഡിൽ തന്നെ തറച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവൻ പോയില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ആണത്തം നഷ്ടപ്പെട്ടു. യെസ്, നിങ്ങളെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളുകയല്ല. പ്ലീസ് എന്തെങ്കിലും ചെയ്യും ഡോക്ടർ. പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലേടൂ. ഒരു ചാൻസും ഇല്ല. അതെ മക്കളെ, എല്ലാവരും കേട്ടോ? തല നിവർത്തൂ. നിങ്ങൾ തല നിവർത്തി നോക്കും വിധം റോക്കറ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഷുഗർ ഇരുന്നാലും ബി പി ഇരുന്നാലും അൾസർ ഇരുന്നാലും ക്യാൻസർ ഇരുന്നാലും ശരി, അതുപോട്ടെ എയ്ഡ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫ്രണ്ടിനോടോ ഗേൾ ഫ്രണ്ടിനോടോ വൈഫിനോടോ പറയാറുണ്ട്. എന്നാൽ ഇതോ, ഈ കാര്യം മാത്രം നിങ്ങൾ ആരോടും പറയില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നു റോക്കറ്റ്. ഈ റോക്കറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും നിർത്താതെ, ക്ഷീണിതനാകാതെ, അവശനാകാതെ എത്ര ദൂരം വേണമെങ്കിലും സന്തോഷത്തോടെ നിങ്ങൾക്ക് പറന്നു പോകാം. ഈ റോക്കറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ഒരാളെ എടുത്തോളൂ, രണ്ടാളെ എടുത്തോളൂ, വേണമെങ്കിൽ 4 പേരെ എടുത്തോളൂ. അതിനു മുകളിൽ നിങ്ങൾ പക്ഷേ എടുക്കാൻ നോക്കിയാൽ നിങ്ങളുടെ എഞ്ചിൻ ഫെയിൽ ആയി പോകുമേ. എന്നാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല, കാരണം കണ്ടീഷൻ സപ്ലൈ. ഓവറോൾ ആയിട്ട് ഈ റോക്കറ്റ് കൊണ്ട് നിങ്ങൾക്കുള്ളിലുള്ള ജുമാൻജിയെ തട്ടി 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 ഉണർത്താം. ഓക്കെ, മാറി തുടച്ച് മാറിക്ക്. ടിക് 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 പടത്തിലെ ഹീറോ യൂസ് ചെയ്ത കോസ്റ്റ്യൂം വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ആർക്കെങ്കിലും അറിയാവോ? എങ്ങനെയാണോ ഇതൊക്കെ വലിച്ചു കയറ്റിയത്? ഇടുന്നവരെ ഇതിന്റെ ബുദ്ധിമുട്ട് അറിയോ? നിങ്ങൾ ആരാണ്? പൂജ ഹെക്കടി, രശ്മി കമന്താന. ഹലോ, നിങ്ങളൊക്കെ ആരാ? എന്നെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്? ഹൈഫൈ മിസ്സായിരിക്കാം. നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്താ, ഫാമിലി ആണല്ലോ എന്താ, എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? അത് പറ. എന്തിനാ ഇയാളെ കിഡ്നാപ്പ് ചെയ്തേ? എടാ, പ്രൊമോഷൻ ഇല്ലാത്ത പ്രോഡക്റ്റ് പോലെ റീസൺ ഇല്ലാത്ത റിവെഞ്ച് എന്തിനാടാ? അതെങ്ങനെയാ? ഒരു ഫ്രണ്ട് പാർട്ടി നടത്തുമ്പോ മറ്റുള്ളവരെ കുടിക്കാൻ പോകത്തില്ല. എടാ, നീ ഫോമിലാന്ന് പറഞ്ഞ് കണ്ടന്റ് ഇല്ലാത്ത പഞ്ച് ഡയലോഗ് വേണ്ട. വെറും ഊള റീസൺ ആയത്. അതൊന്നും ഇല്ലണ്ണ, ഞങ്ങളുടെ ടാറ്റ സ്കൈ വർക്ക് ചെയ്യുന്നില്ല. അതൊന്ന് റിപ്പയർ ചെയ്യാനാണ് ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തത്. ഓ, നീയൊക്കെ വലിയ പുള്ളി, ഞാൻ എന്താ കക്കാരവിയാണോടാ? ആ സിനിമയിൽ ദുൽഖർ സൽമാൻ. അധിക പ്രസംഗം വേണ്ട, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ റീസൺ എന്താന്ന് പറയടാ. നിങ്ങൾക്ക് കാരണം അറിയണ അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഹീറോ വരുന്നുണ്ട്. ഇവനാണ് ആള്. നോക്കത്തില്ല, ആ ഡോറ് കുറച്ച് പ്രശ്നമുള്ള സാർ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അയാൾക്ക് കാരണം അറിയണമെന്ന്. ഇപ്പൊ സംഗതി എന്താന്ന് വെച്ചാ, രണ്ടാമത്തെ പ്രാവശ്യം കൊറിയർ വന്നെങ്കിൽ അത് ഓയിൽ ആയിരിക്കണമല്ലോ. ഇല്ല, എന്റെ അമ്മായിപ്പന്റെ ഫോട്ടോ വെച്ചത്. അങ്ങനെ കൊല്ലാൻ വേണ്ടി ആരാ? ഇവൻ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്?
ടൈം പീരീഡ് സ്റ്റോറി ആയതുകൊണ്ട് രക്ഷപ്പെട്ടെ. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ നിന്റെ അമ്മായിപ്പൻ എന്തിനാ വഴക്കിന് പോയാ? നിന്റെ അമ്മാവൻ ഹൈദരാബാദിലേക്ക് വന്നതിനും പെട്ടെന്ന് അവളെയും കൂട്ടി അമേരിക്കയ്ക്ക് പോകുന്നതിനും എന്തോ കാരണമുണ്ട്. ഡാ നിന്റെ അമ്മായപ്പൻ 7-ാം തീയതിയാണ് ഹൈദരാബാദിൽ പോയത്. 5-ാം തീയതിയാണ് ബായി അറ്റാക്ക് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ അറ്റാക്കിന് നിന്റെ അമ്മായപ്പനും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടറിയാം. യെസ്, എനിക്കിപ്പോ മനസ്സിലായി. ഇവന്റെ അമ്മാവൻ ഒരു ഗ്യാങ്സ്റ്റർ ആണ്. മാഷ മാഷ. എന്താ നീ? എന്തു പറ്റി? ഡോക്ടർ എഴുന്നേക്കണമെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല സാർ. സാറ് പറഞ്ഞതുപോലെ മകളോട് ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. കള്ളത്തരം പറഞ്ഞെന്നോ? അപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്ന് വീണത് കള്ളത്തരമാണോ? ഇതൊക്കെ നാടകമാണല്ലേ? നമ്മുടെ സുബുമോളുടെ മനസ്സ് എത്ര വേദനിച്ചെന്നറിയോ? പിന്നെ വരാം സാർ. അങ്ങനെ ടെൻഷനാകാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തത്. അങ്ങനെയെങ്കിലേ അവൾ നമ്മുടെ കൂടെ അമേരിക്കയിലേക്ക് വരുള്ളൂ. പക്ഷെ സുബു അർജുനും തമ്മിൽ പ്രണയത്തിലാണല്ലോ. ഇതിങ്ങനെ തന്നെ നടക്കാവൂ ലക്ഷ്മി. അത് തന്നെയായിരിക്കും എല്ലാവർക്കും നല്ലത്. ഈ ഒരു കാര്യത്തിൽ നീ എപ്പോഴും മൗനവ്രതമായിരിക്കണം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ. ആരെന്താ ചെയ്യാൻ പോണെന്ന് എനിക്കൊന്ന് കാണണം. എൻ്റെ അമ്മായിപ്പൻ ആരാണെന്ന് അറിയണം. മുംബൈയിൽ എന്തായിരുന്നു ജോലി എന്നറിയണം. മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതൊക്കെ എങ്ങനെ? ഫോളോ ചെയ്. ഹേ രാമ ഹേ രാമ വൈ രാമ എൻ മാമ. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഓക്കെ. ഒരു കുഴപ്പമില്ല. ഈ സ്റ്റോറി വേണ്ടാന്നേ. എൻട്രൻസ് കാണിക്കും. മെയിൻ എൻട്രൻസ് ഇതാ. വന്നാ ഈ വഴിയേ വരുത്തുള്ളൂ. തുടക്ക സിനിമ ടൈറ്റിലിൽ ഇപ്പോഴും സ്റ്റൈല് ഫ്രെയിമില് ചെല്ലപ്പു നോട്ടം പാട്ടില് കളറിലെല്ലാം കാട്ടുമേ. നല്ല സീന് നമ്മൾ കാണുന്നേ. ഇതാണേ ടൈറ്റിലോടും സിനിമയോ നല്ലതാണ് കണ്ണനെ വില്ലൻ ചോണറേത് കണ്ണനം ത്രില്ലർ. ഓടിപ്പോ ചാടിപ്പോ നീ എന്ത് കണ്ടുപോ എന്ന് ചൊല്ലേ. മാറ്റുന്നടാ. ഡോണിനെ പോലെ തന്നെ മാറുന്ന കണ്ടില്ലേ നിന്റെ അമ്മായിപ്പൻ? ഇങ്ങനെ പോലെ മറ്റൊരാളെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പാ. ഹേ രാമ ഹേ രാമ വൈ രാമ എൻ മാമ. ഹേ രാമ ഹേ രാമ വൈ രാമ എൻ മാമ. ഹേ രാമ ഹേ രാമ. അയാളെ വാൺ ചെയ്യാണ്. ഞാൻ പറഞ്ഞതല്ലേ ഇതെല്ലാം ഭാഷയുടെ സീറ്റാ. അയാൾ ഗ്യാങ്സ്റ്ററാണ്. ഇത് അവനല്ല, പിന്നെ ആരടാ? എൻ്റെ അമ്മായിപ്പൻ. അമ്മായിപ്പനോ? ഇവനെ കൊണ്ട് മലയാളിയാടാ. He is a bloody gangster. എത്ര പറഞ്ഞേക്കുന്നു വീട്ടിലെല്ലാം വാരി വലിച്ച് കഴിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൊണ്ട് തന്നെ ലിസ്റ്റിലുള്ള ഷാർപ്പ് ഷൂട്ടേഴ്സ് റൗഡികളെല്ലാം എനിക്കിപ്പോ ഇവിടെ കൊണ്ടുവരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ലോക്കൽ ഷൂട്ടേഴ്സ് അല്ല, പ്രൊഫഷണൽ ഷൂട്ടേഴ്സ്. His cerebral functions are improving. Heart pulses have come down. सब चोट भाई कब उड़ेगा? मेरे को नहीं, भगवान से पूछो. പീസ് വെക്കും മോനെ, പീസ്. സാർ ഇത് വെച്ച് ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കും. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അമേരിക്കയിലോട്ട് പോവാ. ഇനി ലൈഫ് ലോങ് കാണില്ല. നിന്നെ ഞാൻ അങ്ങനെ വിടാനൊന്നും പോകുന്നില്ല. അവനാണെന്ന് തോന്നുന്നു. Walkers the biggest ladies, don't stack his statement now. Like it's still like it's playing, don't get stack him talking now. To the base of CCTV footage playing. എല്ലാ അപ്പാർട്ട്മെന്റ് വീഡിയോ എനിക്ക് ഇപ്പോൾ വേണം. ശരി. I can't start to get to those to get there, look at the back now. I got love when you get down to the stop back at the back now. But what could the best can get come get something block what the block can get so get back and so can get the mom. അമ്മേ, അച്ഛൻ ബോംബെയിൽ എന്താ ചെയ്തോണ്ടിരുന്നത്? എന്താ മോളെ? അമ്മ വിളിക്കുന്നുണ്ട്.
എന്തു പറ്റി അച്ഛാ? ആരെങ്കിലും റൂമിലോട്ട് വന്നോ? റൂമിലോട്ടോ? ആ, എന്റെ ഫോൺ ഞാൻ എവിടെയാ വെച്ചേ? ഹാളിലുണ്ട്. എന്താടാ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനൊന്നുമില്ല അച്ഛാ. ഡാ, ഞാൻ നിന്റെ അച്ഛനാടാ. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയാം. അച്ഛനിപ്പോ എന്താ വേണ്ടേ? നീ ഒന്ന് വിളിക്കാൻ ശ്രമിക്കണ്ട, എനിക്കെല്ലാം അറിയാം. സിനിമ നിന്ന് പോയല്ലേ? സിനിമ ഇല്ല. അച്ഛനെന്തെങ്കിലും ഒരു ഡൗട്ട്? അവരെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും സംശയം ഉണ്ടാവും. അണ്ണാ 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 എനിക്ക് ഒരു പീസ് കൂടണം മുട്ട. ഇവരെന്തിവിടെ? ഒന്നുമില്ലടാ, ഈ വഴി പോയപ്പോ അമ്മ ഉണ്ടാക്കിയ ബിരിയാണിയുടെ മണമേ അങ്ങ് റോഡ് വരെ വന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ഏരിയയിലെ പട്ടി പോലും ഇത്ര കൃത്യമായിട്ട് മണം പിടിച്ചു വരില്ല. മോനെ, ഡയറക്ടർ സാർ സെക്കൻഡ് ഹാഫ് ഇപ്പോഴാ തുടങ്ങിയത്. ആ ഫോട്ടോയിലുള്ള ആളിനെ ഇനിയും കിട്ടിയില്ലെന്ന്. അവനെങ്ങനെ കിട്ടാനാ? അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ. നീ എന്താ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ പറഞ്ഞല്ലോ. അതേടാ, നീ ആരെയോ തട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞില്ലേ, അതാ. അല്ലച്ചാ, ഫോട്ടോയിൽ കണ്ടവനെ ഇതുവരെ കിട്ടിയില്ലെങ്കിൽ അവനെ ആരെങ്കിലും ഒളിപ്പിച്ചൊന്നല്ലേ അതിന്റെ അർത്ഥം അല്ലേ? അണ്ണാ, ഹീറോ പറഞ്ഞ മാതിരി അവനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താലോ? അതെ ചേട്ടാ, ശരിയാ. ഒന്നും മിണ്ടാതിടാ വിട്ടി. കിട്ടിയ കൊന്നുകളയുള്ളൂ, കിഡ്നാപ്പൊന്നും ചെയ്യില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ അവനെ ആര് കൊല്ലാനാ സാർ? രണ്ടാമത് വരുന്നവൻ. എന്താ രണ്ടാമനോ? അപ്പൊ രണ്ടാമത്തെ ആളാരാ? ഇതില് 2 ഹീറോ ഉണ്ടോ? ആദ്യ പടത്തിൽ തന്നെ 2 ഹീറോ ഉള്ളത് അത് ശരിയാവൂല സാറേ. ചുമ്മാ ഇരിക്കാമേ. 2 ഹീറോ ഇല്ലമ്മേ, രണ്ടാമത് വരുന്ന വില്ലനാ. ആണോ? ഈ ഓർഡർ നിന്നിരിക്കുന്ന സലീം ബായ. അദ്ദേഹത്തിന് 2 വീട്, 2 ഭാര്യമാര്, 2 കാറ്, അതുപോലെ 2 തോക്കും. അതിലൊരു തോക്ക് ഇവിടെയുണ്ട്, പിന്നൊരു തോക്ക് ആരാ കൊടുത്തേ? എടാ, അതല്ലേ അറിയാത്തേ. ആ വണ്ടി ചെക്ക് ചെയ്യ്. വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത്. डोर खोलो। क्या है अंदर? കോൺസ്റ്റബിൾ, വണ്ടി പറഞ്ഞു വിട്ടേക്ക്. ഓക്കെ സാർ. വണ്ടി വിട്. അവൻ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞാ എപ്പോ വരുമെന്നോ എവിടെ നിന്ന് വരുമെന്നോ ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷേ കൊല്ലാൻ വേണ്ടി തീർച്ചയായും അവനെത്തും. ഇവനെവിടെയുള്ളത് പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. നീ എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ. നിന്നോട് തന്നെയാടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞ അച്ഛന് മനസ്സിലാവില്ലേ? എന്താണ് അവിടെ നടക്കുന്നത്? അയ്യോ, എടാ എടാ, അയാളെ എന്തിനാണ് കൊല്ലാൻ നോക്കുന്നത്? അതറിയാൻ വേണ്ടി CID പോലെ ഒരുപാട് വേഷം കെട്ടിയതാ. ഒന്നും വർക്കൗട്ട് ആയില്ല. അങ്ങനെയാണെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ? ആ, നന്നായിരിക്കും. CA വെടിവെച്ചതിന് ആദ്യം എന്നെ അറസ്റ്റ് ചെയ്യുക. മാത്രമല്ല, സുബുവിന്റെ അച്ഛൻ ഡോൺ ആണെന്ന് പോലീസിനോട് പറഞ്ഞതിന് മറ്റവന്മാര് നമ്മൾ കൊല്ലും. എന്നെയോ? എടാ, ഹീറോ ആകാനുള്ള ആഗ്രഹമൊക്കെ വിട്ടിട്ട് പിന്നെ എന്തിനാണ് ഈ പണിക്കൊക്കെ പോകുന്നത്? ഹീറോ റിയൽ ലൈഫിൽ മാത്രമല്ല അച്ഛാ, റിയൽ ലൈഫിൽ പ്രോബ്ലം വന്നാലും എതിർത്ത് നിൽക്കണം, ഫൈറ്റ് ചെയ്യണം. എടാ, ഈ പഞ്ച് ഡയലോഗൊക്കെ നിർത്ത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറ. ഇപ്പൊ അവരെവിടെയാടാ ഉള്ളത്? നാല് ദിവസത്തിനും അമേരിക്ക പോകാനുള്ളതിന് എന്തിനാ ഈ അമ്പലം വഴിപാടുമൊക്കെ? ഞാൻ പറയാതെ പുറത്തിറങ്ങരുത്. ഈ ഘോര വനത്തിനകത്തേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. ക്രൂരന്മാരായ മൃഗങ്ങൾ വാഴുന്ന കാടിനുള്ളിലേക്ക് കാറുകൾ കടന്നു പോകില്ല. ഇവിടെ മൊബൈലിൽ റേഞ്ച് ഇല്ല. ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചാൽ ആരും ചോദിക്കാൻ ഇങ്ങോട്ട് വരികയില്ല. നിങ്ങളുടെ കയ്യിൽ സ്വർണമുണ്ടോ, പണമുണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ, അതോ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? തന്റെ കയ്യില് തോക്കുണ്ടോ? ഗജാ ഗജാ. ചേട്ടാ, നമ്മുടെ കാളിയമ്മന് ബലി കൊടുക്കാൻ സമയമായി കൊണ്ടിരിക്കുന്നു. ഇവരാണോ രണ്ടാമത്തെ ടീം? ഗജ ഗണ്ണിനേക്കാൾ പവർഫുൾ. നിന്റെ സ്റ്റൈല് കൊള്ളാം. അത് വിട്, നിനക്ക് ഞാൻ നല്ലൊരു ഓഫർ തരാം.
നീ ആ കത്തി എന്റെ കഴുത്തിൽ വെക്ക്. എന്താണ്? 1 കോടി രൂപ തരാം. ശരിക്കും കാശ് തരുമോ? നീ ഇപ്പൊ ചോദിച്ചതിന്റെ കൂട്ടത്തില് അമ്മായിപ്പന്റെ സൂട്ട് കേസും കൂടി ചോദിക്കും. ആ 1 കോടി ഇതിലുള്ളേ? 1 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ ഇവനെ കൊന്നുകളയും. വേഗം കാശ് കൊണ്ടുവാ. 1 കോടി രൂപ എനിക്ക് കിട്ടിയാൽ മതിയാവും. വേഗം കൊണ്ടുവാ. ഞാൻ മുൻപ് പറഞ്ഞ ലിസ്റ്റും അതോടൊപ്പം ആ സൂട്ട് കേസും എനിക്ക് വേണം. അല്ലെങ്കിൽ ഇവനെ കാലവിടെ നിർത്തും. കൊല്ലും. എന്റെ കയ്യിലുള്ള സ്വർണ്ണം കോരി തന്നേക്കാം. എന്റെ മോനെ നിങ്ങൾ ആരൊന്നും ചെയ്യരുത്. ഹീറോ ആകെ ചാൻസ് ഇട്ടിരിക്കോ. അവനങ്ങ് വിട്ടേക്ക്. സ്വർണ്ണം നിങ്ങളുടെ സ്വർണ്ണം മാത്രം കിട്ടേണ്ട കാര്യമില്ല. 1 കോടി രൂപയ്ക്ക് കിട്ടിയേ മതിയാവൂ. അയാളുടെ സൂട്ട് കേസ് കൊണ്ട് പുറത്തിറങ്ങി വരാൻ പറ. അല്ലെങ്കിൽ ഇവനെ കൊല്ലും. എന്റെ സമയം കളയരുത്. വരാൻ പറ. നിങ്ങളെന്നെ ക്ഷമയാ പരീക്ഷിക്കരുത്. വീട്ടിൽ കൊതുക് വന്നാൽ അതിനെ കൊല്ലാൻ ബാറ്റ് മതി. അതിനെന്തിനാ ബുള്ളറ്റ്? നീ ആരെയാ തടഞ്ഞു വെച്ചിരിക്കുന്ന നിനക്കറിയാവോ? ചോദിച്ചത് കേട്ടില്ല ആരാണെന്ന് അറിയുമെന്ന്. നിങ്ങൾ തടഞ്ഞു നിർത്തിയിരിക്കുന്ന കാരെല്ലാം മരണമാണ്. ഈ കാട്ടിൽ ഏത് മൃഗത്തെ കണ്ടാലും നിൽക്കണം, അടുത്തു വരരുത്. എന്നാൽ സിംഹത്തെ കണ്ടാൽ ഓടിപ്പോകണം. ചേട്ടാ, നമ്മുടെ കാളിയമ്മന് ബലി കൊടുക്കാൻ സമയമായി. നീ ഒന്നും മിണ്ടാതില്ല. ഇയാൾ ഞാൻ പറയുന്ന ഒരു കാര്യം അനുസരിക്കില്ല. ഇവനെ ഞങ്ങൾ തീർത്താലോ? വേണ്ട, അവനൊന്നും ചെയ്യരുത്. നീ ഇവിടെ നിന്നേ, അങ്ങോട്ട് പോലെ. ഞാൻ പറഞ്ഞേക്ക്. പറഞ്ഞത് കേട്ടില്ലേ? വേഗം പണം ഒന്നും ചെയ്യരുത്. എന്റെ ഏക മകനാ. പ്ലീസ് അവനെ വിട്ടേക്ക്. അച്ഛാ, ആ സൂട്ട് കേസ് കൊടുത്തേക്ക്. അയാൾ വണ്ടി ഇറങ്ങിയാൽ മാത്രം പോരാ. ആ സൂട്ട് കേസ് കൊണ്ട് വരാൻ പറ. വേഗമാവട്ടെ. സമയം കളയരുത്. ഇവനെ കഴുത്ത് കടിച്ചാ ബ്ലഡ് ആയിരിക്കും വരാ. സമയം കളയാതെ വേഗം നടക്കാൻ പറ അയാളോട്. കാത്തിരിക്കാൻ സമയമില്ല. എന്നെ നിൽക്കുന്ന ഒരാൾ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ആംബുലൻസ് ആടാ. ചേട്ടാ, 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 എന്നെ കൂടെ കൂട്ടിക്കൊടുവോ ചേട്ടാ. അപ്പം നിന്റെ കണ്ണ് കാണില്ലേ? പിന്നെ എന്തിനായിരുന്നടാ ഇത്രയും നാടകമൊക്കെ? പഞ്ചറായി പോയോ? ഞങ്ങളും ആ വഴി കുട്ടനാട്ടിലേക്കാ. വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ കാറിലോട്ട് കയറിക്കോ പ്ലീസ്. സർ, ഓക്കെ. നോക്കാം സാർ. സ്റ്റോപ്പ്. നിക്ക്, ഞാൻ തുറക്കട്ടെ. അയ്യോ, എനിക്ക് പേടിയാകുന്നു. എല്ലാം വേഗം പാക്ക് ചെയ്യ്. നമുക്ക് ഇവിടുന്ന് ഉടനെ പോകണം. ഇവിടെ ശരിയാവില്ല. വിശക്കുന്നെന്ന് പറഞ്ഞു. അതാ ഞാൻ പിസ്സ ഓർഡർ ചെയ്തത്. ഇവൻ ചാവുന്നതിന്റെ അച്ഛൻ കാണണം. സാർ സാർ സാർ, ഞാനൊരു പിസ്സയും കൂടി തരാം. എന്റെ ഭർത്താവിന് ഒന്നും ചെയ്തേക്കില്ലേ? എനിക്ക് പിണ്ടം വെക്കാൻ പോകുന്നത്. നിങ്ങൾ കൊല്ലേണ്ട ആൾ ഞാനല്ല. 2ാമത്തെ പ്രാവശ്യം കൊറിയർ വന്നെങ്കിൽ ഓയിലല്ലേ വരേണ്ടത്? അല്ല, എന്റെ അമ്മായിപ്പന്റെ ഫോട്ടോ ആണ്. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവന്റെ കൈയും കാലും അടിച്ചോടിച്ച് അവനെ നടു റോഡിയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഒരു തീറ്റ അവനെ പലരും മണ്ടനാക്കിയിരിക്കുക. അവനെ വിടാൻ പാടില്ല. മനസ്സിലായല്ലോ എല്ലാവർക്കും. മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങണം, മൗനവ്രതം പാലിക്കണം. നിന്റെയൊക്കെ ഒരു അന്ധവിശ്വാസം. നീ ചെയ്താൽ മതി. പോയി നോക്കടാ. ഇതാ ഒരു തേങ്ങ വേണം, കുറച്ച് കുങ്കുമം അതിന്റെ കൂടെ വേണം. എനിക്കും വേണം. ഇപ്പൊ തരാം. ഞങ്ങളുടെ പുറകെ ഇങ്ങനെ കറങ്ങിന്ന് വെച്ച് അച്ഛന്റെ മനസ്സ് മാറുമെന്ന് ഓർക്കണം. മനസ്സ് മാറിയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഞാൻ രക്ഷിക്കാനാ വന്നത്. ഒരിക്കലും മാറില്ലല്ലേ? അവന്റെ പടത്തിന് വേണ്ടി ഇത്രയും ദൂരം വന്നെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് വിശ്വസിക്കാനാവുന്നില്ല. ജീവിതത്തിൽ വിശ്വസിക്കാനാവാത്ത ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളും ചിലതൊക്കെ വിശ്വസിക്കണം. സാറേ, വന്ന് പ്രാർത്ഥിക്കും. സുബു, സത്യമായിട്ട് നിന്റെ അച്ഛൻ അപകടത്തിലാ. തേങ്ങയും കൊടുത്താ ചേച്ചി.
ഇയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇയാളെ നിനക്കറിയാവുന്ന ചോദിച്ചേ. അവനിപ്പോ ഞാൻ കണ്ടേ ഉള്ളൂ. നീ പോടാ. അവിടെ നീ എന്തായി കാണിക്കുന്ന അറിയോ നിനക്ക്? പറയുന്ന കേക്ക് നിക്ക അർജുൻ. എന്താ ഇത്? നീ കാര്യം അറിയാതെ ഓരോന്ന് കാണിക്കുന്നേ. വന്ന് കാണിക്കടാ അർജുൻ. എനിക്കൊന്നും അറിയത്തില്ല സാറേ. സാറേ സാർ സാർ എന്നെ വിട്ടേക്ക് സാറേ. എനിക്കൊന്നും അറിയത്തില്ല സാറേ. നിന്റെ അമ്മയപ്പനെ പറ്റി ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. നിങ്ങൾ ഇവിടെ ഇരുന്ന അയാളെ ആര് കൊല്ലാനാ സാർ? രണ്ടാമത് വരുന്നവൻ അകത്തോണ്ട് വയ്ക്കേ. ഡീൽ. സാറേ, സാർ ആശുപത്രി കിടന്നപ്പോൾ സാറിന് വന്ന കൊറിയറായിരുന്നു. അച്ഛൻ ആരാ? മുംബൈയിൽ എന്താ ചെയ്തോണ്ടിരുന്നേ? ഇത്രയും പേര് ചേർന്ന് അച്ഛനെ എന്തിനാ കൊല്ലാൻ നടക്കുന്നേ? അമ്മ എന്തിനാ എപ്പോഴും മൗനവ്രതത്തിൽ ഇരിക്കുന്നേ? നിങ്ങൾ എന്തിനാ പെട്ടെന്ന് മുംബൈയിൽ ഇങ്ങോട്ട് വന്നേ? നമ്മൾ എന്തിനാ ഇനി അമേരിക്കയിലോട്ട് പോകുന്നേ? ഒന്ന് പറയാ അച്ഛാ. അച്ഛനോട് ഞാൻ ചോദിക്കുന്നത് പറയാൻ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ എങ്ങോട്ട് പോവാ? അച്ഛൻ പറഞ്ഞേ പറ്റൂ. ഞാൻ പറയാം. സത്യം, നിനക്ക് പ്ലാൻ തരുന്നു. माफी? हाँ?
माफ करने के लिए मैं भगवान नहीं हूँ, शैतान हूँ। काहे? കെയ്ത്താണെന്ന് പറഞ്ഞിട്ട് ഫാനാണെന്ന് അറിഞ്ഞൂടെ? ചെകുത്താണെന്ന് പറയുന്നതാണ് ഡോൺ. Sir, please, sir, one chance, sir, one more, sir, please, sir. അപ്പൊ അത് ഡോൺ അല്ലേ? അയാൾ ഡോൺ അല്ലടാ. അല്ല, അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ആഴ്ചയിൽ 5 ദിവസം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന അദ്ദേഹം ശനിയാഴ്ച ഞായറാഴ്ചയും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു നടന് വേണ്ടി ദുഷിച്ച കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം വേണ്ടെന്ന് വെക്കും. പക്ഷെ ഇദ്ദേഹം ഒരു നടനായി മാറുവാൻ വേണ്ടി 50 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് ദുഷിച്ച പ്രവൃത്തികളെല്ലാം ശീലിച്ചത്. കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതം പണയം വെച്ച് അദ്ദേഹം എന്തൊക്കെ ചെയ്തുവെന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെ എന്താ ചെയ്തത് ആന്റി? తకిట తకిట ధిమి నాట్యం తకిట తకిట ధిమి లాస్యం నమక చమక సహజం నటత్ ప్రకృతి పాదజం నర్తనమే శివ కవచం నటరాజ పాద సుమరజం. ഈ പ്രായത്തിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അത് വേറൊന്നുമല്ല ലക്ഷ്മി, നാളെ വലിയൊരു പടത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാലേ അങ്ങനെ ജീവിച്ച് കാണിക്കണ്ടേ? എന്തോ നിങ്ങളുടെ ഈ ഡെഡിക്കേഷൻ കണ്ട എനിക്ക് തന്നെ ബയോപിക് ഡയറക്ടർ സാറേ, സലിം ഭായെ കാണിച്ച സലിം ഭായെ പോലെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം സാറേ. അങ്ങനെ ഒരാളെ വിശ്വസിപ്പിച്ചാൽ റോള് നിനക്ക്. ലൊക്കേഷൻ അയക്കാം, പെട്ടെന്ന് വരാം സാർ, ഉടനെ തന്നെ എത്താം സാർ. മുംബൈയിലെ സലീം ഭായിയെ എങ്ങനെയെങ്കിലും പിടിക്കുവാൻ വേണ്ടി ഒരു ചാൻസിന് വേണ്ടി പോലീസുകാർ കാത്തിരിക്കുന്ന സമയമായിരുന്നു അത്. സാറിന് അത്ര നല്ല മൂടിലല്ല സർ. എനി ലേറ്റ്സ്? ഒന്നുമില്ല സർ, സലീം എസ്കേപ്പ് ആയി സർ. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സർ. നമ്മൾക്ക് അവസാനം കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം സലീം ഇനി ഒരു 15 ദിവസം ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. ഈ 15 ദിവസത്തിനുള്ളിൽ അവനെ എങ്ങനെയും പിടിച്ചാൽ മതിയാവും. I want to shoot him point blank. സലീം ഭായ് സബ്യസാചി. സലീം സവ്യസാചി. ശൈത്താൻ ഹൂ മേ, ശൈത്താൻ. സാർ, മുംബൈയിൽ എത്രയോ ഡോണുകൾ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. മരിച്ചതിന് ശേഷവും പേര് നിലനിൽക്കണമെങ്കിൽ ഏക് ഫിലിം ബന്ദാ ഹൈ. ബൈ, ഡയറക്ടർ വന്നിട്ടുണ്ട്. വരാൻ പറയും. അസ്സലാമലൈക്കും ബൈ. ആ ഡയറക്ടർ, എന്തായി ഹീറോയെ കിട്ടിയോ? ഓ, ഹീറോ വന്നിട്ടുണ്ട് സാർ. കിതറേ സർ, ഞാനാ. ഏയ് മ്യൂസിക് ബന്ദ് കർ. നീയാണ് ഹീറോ? എന്റെ ബയോപിക് ഇവൻ ചെയ്യാനോ? ഇതറാവനോ? നിനക്ക് ഞാൻ ആരാണെന്നറിയോ? എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ് ഒരു ബീഡിക്ക് വേണ്ടി ആദ്യമായി ഒരുത്തനെ കൊന്ന് തള്ളിയത്. അതിനുശേഷം എന്റെ ജീവിതത്തിൽ ആര് കുറുകെ വന്നിട്ടുണ്ടല്ലോ വെടിവെച്ച് കൊന്നോണ്ടിരുന്നു ഞാൻ അവരൊക്കെ. ഈ മുംബൈ പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരിൽ പോലീസുകാർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഒരു കേസും എടുക്കാൻ പറ്റില്ല. നീ എന്റെ ബയോപിക്കിൽ അഭിനയിക്കാൻ പോകുന്നല്ലേടാ? സലീം ഭായി ആയി. ഡയറക്ടറെ, നിനക്ക് ഏത് നടനെ വേണ്ടേ? ഷാരൂഖ് ഖാന് വേണം, സൽമാൻ ഖാന് വേണം, എത്ര നടന്മാരെ വേണം ഞാൻ കൊണ്ടുവരും. നീ പേര് പറഞ്ഞാൽ മതി, ഡേറ്റ് ഫിക്സ് ചെയ്യാം. വെറുതെ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നാൽ മതിയോ സലീം ഭായി ആയിട്ട് അഭിനയിക്കാൻ? ചെല്ലിക്കാൽ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോ. വെടിവെച്ച് കൊന്നോളെ ഞാൻ എല്ലാത്തിനും. ക്യാ ബോലാ രേ? 9 വയസ്സിൽ കൊന്നോ? എടോ, താൻ 9 വയസ്സിൽ കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടാ, ഞാൻ 6 വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയാടോ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനൊരു ഹീറോ ആകാൻ വേണ്ടി സ്വപ്നം കണ്ടോണ്ട് നടക്കുക. കൊടവയർ ചാടലെന്നും പറഞ്ഞ് കാർത്താനും ചിമ്മിപ്പോവും. ആൽബം എടുത്തോണ്ട് കമ്പനികൾ നിരക്കും. ചാൻസിന് വേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ പുറകെ നടന്നു. മാനേജർമാർക്ക് കള്ളൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിന് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിലുള്ള ഓരോരുത്തരും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ഗുഡ് നൈറ്റ്, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോണ്ട് തന്നെ ഇരുന്നു. എന്റെ മുടി നരച്ചുകൊണ്ട് ടൈ അടിച്ചു. അതും കൊഴിയാൻ തുടങ്ങിയപ്പോ വിക്ക് എടുത്തു വെച്ചു. ഒന്ന് ചോദിച്ചോട്ടെ, ഷാരൂഖ് ഖാൻ, ആമിർ ഖാൻ, സൽമാൻ ഖാൻ എന്തോന്നാണോ? ഷാരൂഖ് ഖാനെ പോലെ അഭിനയിക്കും, ആമിർ ഖാനെ പോലെ അഭിനയിക്കും, സൽമാൻ ഖാനെ പോലെ അഭിനയിക്കും. പക്ഷെ സലീം ഭായിയെ പോലെ അഭിനയിക്കണമെങ്കിൽ ഞാൻ ഒരൊറ്റൊരുത്തരേ ഉള്ളൂ, ഈ ഞാൻ മാത്രം. താൻ ചത്തൊടുങ്ങിയതിന് ശേഷം തന്റെ ഈ കഥാപാത്രത്തെ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ച് കാണിക്കാൻ ഒരുത്തരേ ഉള്ളടാ. അത് ഞാനാ. പുലിയടാ.
പുലിയെ കിട്ടിയടാ. ഡയറക്ടർ എന്ത് നടനാടവൻ. സൂപ്പർ ആക്ടറാണവൻ. സൂപ്പർ ആക്ടറാണവൻ. നീ പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടി. ഞാൻ അപ്പൊ അവിടെ എത്തിയിരിക്കും. എന്താ പറയുന്നത്? സൗണ്ട് ഓർ ആക്ഷൻ. സുബമോക്ക് ഫോൺ ചെയ്ത് പറയട്ടെ. ഏയ് അത് വേണ്ട, തിയേറ്ററിലൊന്ന് റിലീസ് ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോയി കാണിച്ചോളാം. എന്തേ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ചെയ്തതാണോ അമ്മേ? ഇപ്പൊ അതാണോ കാര്യം? അതാണോ വലിയ കാര്യമെന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ആന്റി അങ്കിളിനെ ഒഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോട്ടിന് പറഞ്ഞു വിട്ടില്ലേ? ഒരു വയസ്സ് സലീം ഭായി സിനിമ എപ്പോ റിലീസ് എന്ന് പറഞ്ഞ് വെയിറ്റിംഗാ. മറു വയസ്സ് പോലീസുകാര് സലീം ഭായി എപ്പോ കിട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റിംഗാ. ആന്റി അങ്കിള് സലീം ഭായിയെ തീർത്തങ്ങനെ കളഞ്ഞോ? ഒന്ന് പറയാന്റി, ഒന്ന് വേഗം പറ. എന്നെ തല പൊട്ടിത്തെറിക്കും. പറയാന്റി. എഞ്ചിൻ ഫെയിലായി. ഇവിടെ തൊട്ടടുത്താ ലാൽ സ്റ്റേഡിയം. അതെ അതെ. എന്തോ ഓപ്പണിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. സിനിമ ഓപ്പണിംഗാ സാറേ. നിങ്ങൾ ആക്ടറാണോ? അതെ. ഈ സിനിമയിലെ ഹീറോ ആരാ? ഞാൻ തന്നെ. കൊള്ളാലോ, ഈ പ്രായത്തിലെ ഹീറോ. ഹലോ, സലീം ഭായിയുടെ പ്രായം എന്താണെന്നറിയോ? എന്താന്ന്? എന്തു പറ്റി? സലീം ഭായിയുടെ പേര് പറഞ്ഞുടനെ മുംബൈ പോലീസിനെ പോലെ പേടിച്ചു പറിച്ചൊരു നോട്ടം. സലീം ഭായിയുടെ ഭയപ്പിക്കലേ? ഞാനാണ് ഹീറോ. ആ പിന്നെ ഞാനൊരു സീക്രട്ട് പറയാം. സലീം ഭായിയും ഓപ്പണിങ്ങിന് വരുന്നുണ്ട്. ആ എന്തേ വിശ്വാസമാവുന്നില്ലേ? ദേ ഞാനും സലീം ഭായി എടുത്ത സെൽഫി ഉണ്ടോ? ഹീറോ സാറേ. ആ ഞാൻ തന്നെ. Can I one selfie? ആ ഷുവർ. That's it. Thank you. താങ്ക് യു. ഹീറോ സാറേ, ഓപ്പണിങ്ങിന് ഞാനും കൂടെ വന്നോട്ടെ? വന്നോ, പക്ഷേ ആരും ശല്യപ്പെടുത്തരുത് കേട്ടോ. ഞാൻ ആരും ശല്യപ്പെടുത്താനൊന്നും പറ്റില്ല. നമുക്ക് പോവാം. 2 മിനിറ്റ് സാറേ, ഇപ്പൊ തന്നെ വരിക. സലീം ഭായിയെ ചതിച്ചല്ലേടാ. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആളുകളൊക്കെ നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നാൽ നിനക്ക് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞതനുസരിക്കാതെ അയാളുടെ സ്വപ്നങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ഒരു പുതിയ ജീവിതം ഒരു പെണ്ണിനോടൊപ്പം തുടങ്ങാമെന്ന് കരുതി അവിടുന്ന് പുറപ്പെട്ടു. എനിക്ക് അങ്കിൾ അതിന് സിഗരറ്റ് വലിക്കുന്ന ശീലമില്ലല്ലോ. ഇത്ര നിസ്സാരമായ ഒരു ഫ്ലാഷ് ബാക്ക് കേട്ടിട്ട് ഒരു സിഗരറ്റ് എനിക്ക് തന്നില്ലെങ്കിൽ ആ സിഗരറ്റ് വലിച്ചിൽ ഞാൻ ചത്തു പോകൂടാ. സിഗരറ്റ് താടാ. സിനിമയിൽ ഹീറോ ആകാൻ വന്നവരൊക്കെ അവരുടെ ജീവിതം തന്നെ നാശമാക്കിയിട്ടുണ്ട്, അതറിയാവോ? ഇതാര് തന്ന? സുബു, നിനക്കുള്ള ലെറ്ററാ. സുബു മോളെ, എല്ലാവരും പോലെ ഞാനും ഒരു സ്വപ്നം കണ്ടിരുന്നു. അത് പൂർണ്ണതയിലെത്താൻ ഞാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രയത്നം നടത്താമെന്ന് വിചാരിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞു. നീ ജനിച്ച അന്ന് തൊട്ട് കടമകൾ നിറവേറ്റാൻ വേണ്ടി എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചു. നിനക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടർന്നു. എൻ്റെ കഴിവിനനുസരിച്ചുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അതിനുള്ള ഭാഗ്യവും ഇല്ലാണ്ടായി. മോളെ, ഇവിടെ കഴിവ് മാത്രമല്ല ഭാഗ്യവും ഉറപ്പായിട്ട് വേണം. അപ്പോഴേ വിജയമുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അന്ന് അർജുനെ ഡിസപ്പോയിന്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച്. നമ്മൾ കാണുന്ന സ്വപ്നമെല്ലാം ഒരു ഓർമ്മയായി ഇരുന്നാൽ പോലും സാരമില്ല, പക്ഷെ അതൊരു കണ്ണീരായി മാറാൻ പാടില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു ഈ പ്രായത്തിലാണോ സിനിമ എന്ന്. പക്ഷെ അവർക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. എനിക്ക് എത്ര പ്രായമായാലും ആ സ്വപ്നം
അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്കതിനോട് താല്പര്യമുണ്ടെന്ന്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഓരോ യാത്രയും നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിക്കുമെന്ന്. പക്ഷേ ചില യാത്രകൾ അതെൻ്റെ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അവസാനിക്കും. എൻ്റെ യാത്രയും അതുപോലെ തന്നെയായിരുന്നു. ഞാൻ തിരിച്ച് മുംബൈയിലേക്ക് മടങ്ങുക. ഇനി എന്നെ കൊണ്ട് നിങ്ങൾക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. എങ്ങോട്ട് പോയി കാണും അർജുൻ? ഇതെന്താ ട്രെയിൻ എന്താ റിവേഴ്സിലേക്ക് പോകുന്നത്? വൺ മോർ ആയിരിക്കും. വൺ മോറോ? ഷൂട്ടിംഗ് അല്ലേ, ഒത്തിരി ടേക്ക് ഉണ്ടാവുന്നേ. ഷൂട്ടിങ്ങോ? എന്ത് ഷൂട്ടിംഗ്? നീ ഒന്നും മിണ്ടാതിരടാ, അവര് ചെയ്യുന്ന ചെയ്യട്ടെ. ടൈമിംഗ് നന്നായിട്ടുണ്ട്. ടേക്കിൽ അടിക്കണം. ഓക്കെ സാർ. സാറേ, ട്രെയിനിന്റെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ സാർ കയറുമോ? സ്പീഡോ? എന്നെക്കാൾ സീൻ എന്താന്ന് പറയണം. സീൻ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രേമിക്കുന്ന കാര്യം ആ പെണ്ണിന്റെ വീട്ടുകാർ അറിയുന്നു. അറിഞ്ഞ ഉടനെ ആ പെണ്ണിനെ അവിടെ നിന്നും നാട് കടക്കുന്നു. ആ വിഷയം അറിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ് നിങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തുന്നു. വില്ലൻ ഒറ്റയാണ്. ഓടി 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 അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവനെ ഇങ്ങനെ പിടിച്ച് പെട്ടെന്ന് അവിടെ ഇരുന്ന കത്തിയെടുത്ത് വീശി പെട്ടെന്ന് അവനെ നിങ്ങൾ വെട്ടുന്നു. അത്ര തന്നെ. അവന്റെ തല അങ്ങനെ കറങ്ങി താഴേക്ക് വരുമ്പോൾ അത് താഴെ വീണ് ചെതറുന്നതിന് മുൻപ് ഒരു കഴുകൻ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നു. ഈ കത്തി കൊണ്ട് വെട്ടിയത് കൊണ്ട് ഇതിൽ രക്തമുണ്ടായിരിക്കും. ചീറ്റിയ രക്തം ആ ഗ്രീൻ സെക്കിൽ നിന്നും കാണാൻ പറ്റും. ആ സെക്കിൽ പതിയെ റെഡ് കളറായി മാറും. ട്രെയിൻ അവിടെ പതിയെ നിൽക്കുന്നു. സീൻ കൊള്ളാമല്ലോ. ഇന്ത്യയിൽ നമ്മളല്ലേ ഫസ്റ്റ്? തീർച്ചയായിട്ടും സാർ. ഇപ്പൊ നമ്മൾ എങ്ങനെ പോകുന്ന പറയുന്നത്? ഒരുപാട് സമയം. അവനെ വണ്ടി കയറ്റടാ. ഇങ്ങോട്ട് പോ. വെളിയിലേക്ക്. നിങ്ങൾ ഓൾറെഡി കമ്മിറ്റി അവിടെ ഇരിക്കുക. ഒന്ന് പോടാ. മനസ്സിലാവത്തില്ല, അവിടെ ഇരിക്കുക. സാറ് ഞങ്ങളെ തെറി വിളിക്കും. എവിടുന്നാണ് കുറ്റം പറിച്ചു വരുന്നത്? ഇപ്പൊ നിങ്ങളുടെ ഹീറോയിന്റെ ഇടയിലേക്ക് ഒരു നല്ല ഇമോഷണൽ സീൻ നടക്കാൻ പോകും. ഒരു പ്രാവശ്യം നമുക്ക് ഡയലോഗ് നോക്കിയാലോ? ടേക്കിൽ ചെയ്തോളാം ഞാൻ. ഇനി നിങ്ങൾ എപ്പോ ടേക്ക് പറയാനാ? ടേക്കിലെടുക്കാവുന്ന എത്ര തവണ പറഞ്ഞു? സമയം നോക്ക്. ഒരു ഷോട്ട് പോലും കഴിഞ്ഞില്ല. ഇങ്ങനെ പോയാൽ പടം ഒരിക്കലും തീരുമെന്ന് തോന്നുന്നില്ല. മതി, വേണ്ട. സിംഗിൾ ടേക്ക് സിംഗിൾ ഷോട്ടിൽ ചെയ്യും ഞാൻ. ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും കട്ട് ചെയ്താൽ ഒന്ന് കൊല വിളിക്കും ഞാൻ. സിംഗിൾ ടേക്ക്. ക്യാമറമാൻ റെഡിയല്ലേ സാർ? സാർ റെഡിയല്ലേ സാർ? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ചെയിന് വലിക്കാതെ ട്രെയിൻ എങ്ങനെ നിന്ന്? ഷൂട്ടിങ്ങിലെ കഥ മാത്രം മുംബൈക്ക് പോകും, ട്രെയിൻ പോകില്ല. ഷൂട്ടിങ്ങാ? കണ്ടോ അങ്കിൾ, അങ്കിളിന് സിനിമ വേണ്ടെന്ന് പറഞ്ഞാലും സിനിമ അങ്കിളിനെ തേടി വരും. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യാം അങ്കിൾ. ഞാൻ വരുന്നില്ല, നീ പൊക്കോ. എന്നാ ഞാനും പോകുന്നില്ല. അർജുൻ, ഞാൻ പറയുന്നത് കേക്ക്. ഒന്നും മിണ്ടാതിരിക്കേ. അങ്കിൾ, ഒരു പ്രശ്നം വരുമ്പോ ഓടിപ്പോകാൻ പാടില്ല. ഫേസ് ചെയ്യണം. പറ്റുവാണെങ്കിൽ ഫൈറ്റ് ചെയ്യണം. നിനക്ക് വേണ്ടി ആരെ വേണമെങ്കിലും എതിർക്കും, എത്ര പേരെ വേണമെങ്കിലും കൊല്ലും. നിനക്ക് വേണ്ടി തല വെട്ടാനും തയ്യാറാണ്. സലീം ഭായെ പറ്റി നിനക്ക് അറിയില്ല. അവന് കൊല്ലണം എന്നുള്ള പകയുണ്ടെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി അങ്ങൾ അവനെ എതിർക്കാനുള്ള ധൈര്യമില്ലേ? ഇത്രയും കാലം നിങ്ങൾ ഹീറോ ആണെന്ന് വിചാരിച്ച് നടന്നിട്ട് എവിടെയെല്ലാം നാണം കെട്ടിരിക്കുന്നു. എത്ര പേര് മുഖത്തൊക്കെ ചീത്ത വിളിച്ചു. നിങ്ങളുടെ ജീവിതം തന്നെ സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. മനസ്സ് എത്രമാത്രം വേദനിച്ചു. അതിലൊന്നും ഭയപ്പെടുത്ത നിങ്ങൾ ഒരു ക്രിമിനലെ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നത്? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനില്ലേ, വരൂ എന്റെ കൂടെ. എനിക്ക് ഡയലോഗ് ഉണ്ട്. ഒന്ന് ചുമ്മാ ഇരിക്ക്. അങ്കിളോ, ഐ ആം ഹീറോ, യു ആർ ഹീറോയിൻ. വരാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡയലോഗ് ഉണ്ടെന്ന്. സാരമില്ല, വാ. ഡബിങ്ങിൽ അത് മാച്ച് ചെയ്തോളൂ. വാ, അവര് വരുന്നുണ്ട്. സലീം ഭായ്, സലീം ഭായ് ജീവനോട് തന്നെയുണ്ട്, മരിച്ചിട്ടില്ല. ജീവനോടെ ആ നായ ഇവിടെ കൊണ്ടുപോടാ.
ഇതെന്റെ ഡയലോഗാ. നിന്റെ ഡയലോഗോ? ഏതാടാ ഈ ഊള? ഓക്കെടുത്ത് വെടിവെച്ച് ബായ്, നിങ്ങളെ ചതിച്ചവൻ ഇയാളല്ലേ? തീർത്ത് കളഞ്ഞേക്കാം ബായ്, കൊന്നു കളയാം, തീർത്ത് കളയാം. ഭായിയെ ചതിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയല്ലേ? നമ്മുടെ നമ്മുടെ ആളാ. നിങ്ങളുടെ ടാലന്റ് കണ്ടിട്ടല്ലേ ഭായിയുടെ ബയോപെക്കിൽ നിങ്ങളെ കാസ്റ്റ് ചെയ്തത്? എന്നിട്ട് താൻ എന്താ ചെയ്തത്? അത് നശിപ്പിച്ചു. അതെല്ലാം പോട്ടെ, കാർ പഞ്ചറായ ടാക്സി വിളിച്ച് വരണം. എന്തിനാ കമ്മീഷണർക്കാരെ നിങ്ങൾ വന്നേ? ഭായ്, ഇവരെ തീർത്ത് കളയാം ഭായ്, ഇപ്പൊ തന്നെ തീർത്ത് കളയാം. ശരിയാണ്, കമ്മീഷൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ തീർത്ത് കളയണം. ഞാൻ കൊന്നേക്കട്ടെ ഭായ്? അത് വലിയൊരു നടനാ. അതെ അതെ, നല്ലതുപോലെ അഭിനയിക്കും. ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് എല്ലാം ചെയ്യുന്ന ഇവനൊരുത്തനാ. കൊറിയറിലെ ഫോട്ടോ മാറ്റിയവനാ. നമ്മൾ ഓരോ തവണ പ്ലാൻ ചെയ്യുമ്പോഴും അതെല്ലാം നശിപ്പിച്ച ഇവനൊരുത്തനാ. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കാനുള്ള കാരണക്കാരനവനാ. നീ എന്തൊക്കെ പറയുന്നത്? കഷ്ടപ്പെട്ട് ഞാനല്ലേ ചെയ്തത്. ഞാൻ ഏത് പടത്തിൽ അഭിനയിച്ചാലും ഹീറോ ആയിട്ട് അഭിനയിക്കുള്ളൂ. നീ ആരാടാ ബ്ലഡി ഫൂളെ റോങ് എൻട്രി തരുന്നത്? ആരാടാ ഈ പ്രാന്ത് പിടിച്ചവൻ? ഞാനാടാ സലീം ഭായ്. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ പ്രാന്ത് പിടിപ്പിക്കുകയാണോ? ഒരുത്തനെ മിച്ചമൊക്കെ വെടിവെച്ച് കൊന്നുകളയും ഞാൻ. ആരാടാ നീയൊക്കെ? ഇതാ ഹോ ക്യാ രഹാ ഹൈ? तू हिंदी? हाँ मैं हिंदी. सलीम भाई. Hey, I am hero. बाहुबली, Pan India, RRR, Pan India. Hey, Pushpa, Pan India, full Palavum, Pan India. I am Pan India star. എന്നെ ഭ്രാന്തനാക്കാൻ നോക്കണം. ഒരുത്തനെ പോലും വിടാതെ വെടിവെച്ച് കൊല്ല്. സമയം വെറുതെ കളയാതെ ഇവന്മാരെ. ഇത്രയും വലിയ ഗണ്ണോ? എടാ, നീയൊക്കെ ഒരു ഡോണാണോടാ? മെഷീൻ കണ്ടും പുകയടിക്കുന്ന മെഷീനും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല നിനക്ക്? Bloody fool! എടാ ചെക്ക, റിയാക്ഷൻ താടാ. നീ കോസ്റ്റ്യൂം കണ്ട അറിയത്തില്ലടാ, ഞാനൊരു കോമഡിയനാണ്. മാറടാ. ഞാനും ഒരു ഹീറോ ആണടാ. വഴക്കിനിടയ്ക്കുള്ളതാ.
സിനിമാക്കാരെല്ലാം ഡൂപ്പാടാ. നീയൊക്കെ ചെയ്യുന്ന ആക്ഷൻ ഡ്യൂപ്പ്, നീയൊക്കെ ചെയ്യുന്ന സ്റ്റണ്ട് ഡമ്മി, നീയൊക്കെ യൂസ് ചെയ്യുന്ന ഗണ്ണ് പോലും ഡമ്മി, അവസാനം തല്ലുമ്പോ പോലും വരുന്ന ബ്ലഡ് പോലും ഡമ്മി. മുഖത്ത് ചായം തേച്ച് മേക്കപ്പ് ചെയ്യുന്ന സിനിമാക്കാരെല്ലാവരും ഡമ്മികളാടാ. അതാടാ, എല്ലാരും ഡമ്മി തന്നെയാ. പക്ഷെ നിങ്ങളെപ്പോലെ ജനങ്ങളെ ഉപദ്രവിക്കില്ല, സന്തോഷം കൊടുക്കും. ഞങ്ങളൊക്കെ ഡമ്മി ആയിരിക്കും, പക്ഷെ ഞങ്ങൾ സിനിമാക്കാര് ജനങ്ങൾക്ക് വേണ്ടി കരയും, സന്തോഷിക്കും, ഡാൻസ് ചെയ്യും, ഫൈറ്റ് വരെ ചെയ്യും. എന്തായിരുന്നാലും ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന സന്തോഷം, എല്ലാം മറന്ന് സീറ്റിന് മേലെ കയറി വിസിലടിക്കുന്ന സന്തോഷം, അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. നിന്നെയൊക്കെ കണ്ടാൽ ജനങ്ങളെ പേടിച്ചു വരച്ച് ചാവും. പക്ഷെ ഞങ്ങളെ പോലുള്ള സിനിമാക്കാരെ കണ്ട അവർ ചിരിച്ച് 4 ദിവസം അധികം ജീവിക്കും. അല്ല, നിനക്ക് സിനിമാക്കാരെ പറ്റി എന്തറിയാം? ഒരു NT രാമറാവുനെ പറ്റി അറിയോ? സൂപ്പർ സ്റ്റാർ കൃഷ്ണൻ സാർ. ഫാസിലിനെ പറ്റി അറിയോ? മെഗാസ്റ്റാർ മമ്മൂട്ടി. മെഗാസ്റ്റാർ ചിരഞ്ജീവി അറിയോ? കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. ഞങ്ങളുടെ മഹേഷ് ബാബുവിനെ പവർ സ്റ്റാർ പവൻ കല്യാൺ. ഇവരൊക്കെ ആരാ? എത്രയോ പേർക്ക് ദൈവത്തെ പോലെയാ. അതുകൊണ്ട് ഞങ്ങള് സിനിമാക്കാരെ, ഈ സിനിമാക്കാർക്കെതിരെ നീ ഒരു വാക്ക് നീ എതിർത്ത് മിണ്ടിയ നിങ്ങളൊക്കെ ഡമ്മി പീസുകളാടാ. സലീം ബായ്, സലീം ബായ്, സബ്യസാച്ച് ഒറിജിനൽ സലീം ബായ്, ഒറിജിനൽ ഒറിജിനൽ ഒറിജിനൽ. സലീം ബായ് ഒറിജിനൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഫിനിഷിംഗ്? നന്നായി ചെയ്തില്ലേ? മാറി നിൽക്കണ ഹീറോ ദേ നിൽക്കും. അതെ, എന്റെ അടുത്ത പടത്തിൽ നിങ്ങളാണ് ഹീറോ. മരുമോനെ സാറേ, നിങ്ങളും എന്റെ ഫ്രണ്ടാ സാറേ, അവൻ പൊളിക്കുന്നേ. 67 shot 3 take 1 action.